നമ്മുടെ ആദരണീയരായ നമ്മളിൽ നിന്ന് ശരീരം കൊണ്ട് മാത്രം വേർവിട്ടു പോയ സഖാക്കൾ ഈ രാഘവൻ മാസ്റ്ററുടെയും സഖാവ് ചന്ദ്രൻ പറമ്പത്തിൻ്റെയും ശക്തമായ ആശയങ്ങളെ അനുസ്മരിക്കാൻ കൂടിയിരിക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സഖാവ് അനിൽ, അനുസ്മരണ പ്രഭാഷണം നടത്തിയ സഖാവ് കെ രാഘവൻ, സഖാക്കൾ ഡി ദീപ, സഖാവ് ദിനേശൻ, പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള എന്നെ ഇവിടെ ക്ഷണിച്ച സഖാവ് ഹമീദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഈ കുട്ടികളിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിന് വിളിച്ചാൽ അവർ വരില്ല, അമ്മ പൊക്കോളൂ ഞങ്ങൾ വരില്ല എന്ന് പറയും അല്ലേ? കഥയല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? ടീച്ചറൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ട ഒരു കഥയാണ്. ആ കഥ രണ്ട് കാക്കയുടെ കഥയാണ്. കാക്കയുടെ നിറം എന്താ? കാക്കയുടെ നിറം എന്താ? കറുപ്പ്. അപ്പോൾ ഒരിക്കലൊരു കാക്ക ഒരു വലിയ കിണറിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒരു കായ് ഇങ്ങനെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉരുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കായ് കിണറ്റിലേക്ക് വീണു. അപ്പോൾ കാക്കയ്ക്ക് വലിയ സങ്കടമായി. കാക്ക വേഗം ഈ കിണറ്റിലെ വെള്ളത്തിലേക്ക് നോക്കി. അപ്പോൾ മുകളിലൊന്നും ഈ കായയില്ല. ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇത് താഴ്ന്നു പോയി. കാക്ക വേഗം അത് മുങ്ങിത്തപ്പിയ കാക്ക വീണ്ടും പറന്ന് ഉയർന്ന് ഈ കിണറിൻ്റെ അരമതിലിൽ അല്ലെങ്കിൽ ആ സൈഡിൽ വന്നിരുന്നപ്പോൾ കണ്ടത് നിറയെ സ്വർണം, നിറയെ പവിഴം, മുത്തുകൾ ഒക്കെയായിരുന്നു. ഇത് കണ്ട ഈ കാക്കയുടെ വേറൊരു കൂട്ടുകാരിയുണ്ട്, അസൂയക്കാരിയാണെന്നാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പൊ ഈ കാക്കയ്ക്ക് കിട്ടിയ ഈ സ്വർണവും ആഭരണങ്ങളും മുത്തുകളും പവിഴവും ഒക്കെ കണ്ടിട്ട് ഈ അസൂയക്കാരിയായ കൂട്ടുകാരിക്ക് വലിയ ദേഷ്യവും കോപവും സങ്കടവും ഒക്കെ വന്നു. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഈ കാക്കയും ഇതുപോലെ ഒരു കായ എടുത്ത് കൊത്തി ഈ കിണറിന്റെ വക്കത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കായ അബദ്ധത്തിലൊന്നും താഴേക്ക് പോയില്ല. എന്ത് ചെയ്തു? ബോധപൂർവം ഈ കിണറ്റിലേക്ക് തട്ടിയിട്ടിട്ട് മുങ്ങിത്തപ്പി. ആദ്യത്തെ കൂട്ടുകാരി ചെയ്തതുപോലെ തന്നെ മുങ്ങിത്തപ്പി. എന്താഗ്രഹിച്ചാണ് മുങ്ങിത്തപ്പിയത്? തനിക്കും ഈ സ്വർണവും മുത്തും പവിഴവും ഒക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് മുങ്ങിത്തപ്പി നോക്കി. പക്ഷെ തിരിച്ചു കയറിയ കാക്കയുടെ കഴുത്തിലും ചിറകിലും കാലിലും ഒക്കെ എന്തായിരുന്നു? പാമ്പും തേളും പഴുതാരയും അങ്ങനെയുള്ള ജീവികളായിരുന്നു എന്നാണ് ഈ ചെറിയ കഥ ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണ്ട് ഇതേ പരുവത്തിലാണ് നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് വന്നു നിൽക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട്. രാഷ്ട്രീയം എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ നമ്മൾ പറയും, ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ലപ്പാ, ഇവിടെ വന്നവരുള്ള അല്ലട്ടോ. നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണല്ലോ. ഇപ്പം ഇലക്ഷന് നമ്മൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ത് പറഞ്ഞു പോരും. പക്ഷെ രാഷ്ട്രീയം എന്തിനുള്ളതാണ് എന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ചിന്തകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തെ വിഭവങ്ങൾ, അധികാരം, ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ് രാഷ്ട്രീയം. അധികാരം കൊണ്ടാണ് ആ ഇടപെടൽ നടത്തുന്നത്. പക്ഷെ ചിലർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ
സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി, പണമുണ്ടാക്കുന്നതിന് വേണ്ടി, സൗഭാഗ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഒക്കെയുള്ള ഒരു ഉപാധിയാണ്. രണ്ടാമത്തെ കാക്കയുടെ പോലെ ഏതാണ്ട് അതേപോലെ കാണുന്ന ചില ആളുകളുടെ കോപ്രായങ്ങൾ, നാടകങ്ങൾ, തന്ത്രങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളും, കേരളത്തിലെ ജനങ്ങൾ. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഹമീദക്കയുടെ കൂടെ വണ്ടിക്കാണ് വന്നത്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായ ഒലീന അല്ലേ നമ്മുടെ കൂടെ ഉണ്ടായ ഒലീനയായിട്ട് സംസാരിച്ചുകൊണ്ടപ്പോൾ ഒലീന പറഞ്ഞു, ഒരു സത്യഭാമ ചേട്ടത്തി ഉണ്ടല്ലോ, കേട്ടില്ലേ സത്യഭാമ? ഇപ്പോൾ ഏറ്റവും പ്രശസ്തയായ ഒരു സിനിമാ താരവും സീരിയൽ താരവും നല്ല രീതിയിൽ ഹ്യൂമർ ഒക്കെ ചെയ്യുന്ന നടിയെ മോശമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന താരമാണ് ആര്? ഈ സത്യഭാമ ചേട്ടത്തി. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒലീന സഖാവ് പറഞ്ഞു, സത്യഭാമ ടീച്ചർ. ഞാൻ പറഞ്ഞു, അവരെന്തിനാ സത്യഭാമ ടീച്ചർ എന്ന് വിളിക്കണേ? എല്ലാ ടീച്ചർമാർക്കും നാണക്കേടുണ്ടാകുന്ന വിധത്തിൽ മനുഷ്യരെ അപഹസിക്കുന്ന, പുച്ഛിക്കുന്ന ഒരു മനുഷ്യജീവി, അവരെ ആ പദം അവരുടെ കൂടെ ചേർക്കാൻ പാടില്ല. ഞാനിത് സൂചിപ്പിച്ചത് എന്താണെന്നറിയോ? ഇങ്ങനെ ഒരാളോട്, നമ്മളൊക്കെ സാധാരണ പ്രായത്തിൽ മുതിർന്നവരോട് ഒന്നില്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അമ്മാവ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. പക്ഷെ കുറച്ചു കാലമായി കേരള രാഷ്ട്രീയത്തിൽ മനുഷ്യർ പരസ്പരം ബഹുമാനിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഞാനാണ് എല്ലാവർക്കും മീതെ, എല്ലാം തികഞ്ഞവൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തോന്നലോടുകൂടി പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ വലിയ ഒരു മലീമസമായ ഒരു സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷക്കാലമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേരളം ഭരിക്കുന്ന നല്ല പ്രായം ഉള്ള, എന്നാൽ എല്ലാ കാര്യത്തെയും ധീരതയോടുകൂടി, പക്വതയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും അത്യാപത് ഘട്ടങ്ങളിൽ ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കുകയും ധൈര്യത്തോടുകൂടി പ്രതിസന്ധികളെ നേരിടാൻ നമ്മളെ പ്രാപ്തമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അതാരാത്? കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് നമ്മൾ പറയും. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവമാണ് എല്ലാ രാഷ്ട്രീയക്കാരും കാണുന്നത്. അത് കോൺഗ്രസ് എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ മിക്കവാറും രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് കരുതിപ്പോരുന്നതും, കാണുന്നതും, കരുതുന്നതും, അദ്ദേഹത്തോട് ബിഹേവ് ചെയ്യുന്നതും, പെരുമാറുന്നതും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു തെമ്മാടി, ആ തെമ്മാടി നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെ വന്ന് പറഞ്ഞത്, എടോ പിണറായി വിജയ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എടോ പിണറായി വിജയ എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ, സഖാവ് പിണറായി വിജയന്റെ പേര് മാറ്റിവെച്ചാൽ കേരളത്തെ കേരളമാക്കിയതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ 1957 സഖാവ് EMS മുതൽ, സഖാവ് EK നായനാർ മുതൽ, സഖാവ് VS മുതൽ, ഇനി കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിട്ടുള്ള ശ്രീ കരുണാകരൻ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, ശ്രീ AK ആന്റണി തുടങ്ങിയിട്ടുള്ള മുഖ്യമന്ത്രിമാർ നമുക്കുണ്ട്. പക്ഷെ അവരേത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ AK ആന്റണി, ശ്രീ K കരുണാകരൻ. അപ്പൊ നമ്മൾ നിർത്തിയത് എടോ പിണറായി വിജയ ഇല്ലേ? നമ്മൾ ഇതിനു മുൻപ് കേരളത്തിലെ ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നേതാവിനോടും നമ്മളെല്ലാവരും, വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ, മര്യാദയില്ലാതെ, അവരൊരു മനുഷ്യനാണ് എന്നുള്ള റെസ്പെക്റ്റ് ഇല്ലാതെ അഭിസംബോധന ചെയ്യുന്നത് ഞാനും നിങ്ങളും കേട്ടിട്ടില്ല. മഹാനായ AKG യെ കുറിച്ച് പോലും ഈ ഇന്നലെ കുരുത്ത
ഈ മനുഷ്യനാണോ എന്നിപ്പോൾ സംശയമാണ്, അപഹസിച്ചു. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ രോഗികളായ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി ഇട്ടുള്ള അവരുടെ സഹോദരിമാരോ അമ്മമാരോ അച്ഛന്മാരോ പെങ്ങന്മാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം പൊതിയായി കെട്ടി നമ്മുടെ വീടാന്തരം കയറി, ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് പൊതിച്ചോറ് തരണോട്ടോ ഒരെണ്ണം, കാരണം നമ്മുടെ ആശുപത്രിയിൽ കൊടുക്കാനാണ്. അങ്ങനെ കൊടുക്കുന്ന ആ ചോറിനെ പോലും, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ആവശ്യമാണ് ഭക്ഷണം, ആ ഭക്ഷണത്തെ പോലും അപഹസിച്ച ഇത്രയും മ്ലേച്ഛനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കേരളം കണ്ടിട്ടില്ല. ആ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇന്നിപ്പോ എവിടെയായാള് അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത്, അവന് നേരത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. MLA ആയി നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ, ഞാൻ ഈ പ്രസംഗം അല്ലെങ്കിൽ മറ്റു പരിപാടികളുമായി സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ ഒക്കെ ആളുകൾ അറിയുന്നവരൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ കുറച്ച് കാലങ്ങളായി നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു ആശങ്ക, ഈ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ആള് ഇത്രയും മോശമായ പ്രവർത്തനം ചെയ്തിട്ടും കേരളത്തിൽ ഒരു MLA ആയി നിൽക്കുന്നുണ്ടല്ലോ ടീച്ചറെ എന്ന് വളരെ ആശങ്കയോടുകൂടി, ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട്, ഈ ചോദ്യം ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഇന്നാണ് നമുക്കൊരു ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പിട്ടത് ഇന്നാണ്. കാരണം ഓരോ പ്രാവശ്യവും അറസ്റ്റുമായി ചെന്നു കഴിഞ്ഞാൽ ആ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒത്താശയും ചെയ്തു കൊടുക്കാൻ അയാൾക്ക് ആളുണ്ട്. അതിന്റെ പേരിൽ അയാൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പൊ മൂന്നാമത്തെ പെൺകുട്ടിയും അവൾ എന്ത് ചെയ്തു? ഇയാളുടെ സ്വഭാവം മനസ്സിലായി. ഇയാൾ സ്നേഹം നടിച്ച് പ്രേമം അഭിനയിച്ച് തന്നെ ശാരീരികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി എന്ത് ചെയ്തു? അതിനു വേണ്ട എല്ലാ തെളിവുകളും, ഈ കള്ളൻ, ഈ ദ്രോഹി, ഈ ചതിയൻ, ഈ വഞ്ചകൻ ഒരു തരത്തിലും രക്ഷപ്പെട്ടു പോയിക്കൂടാ. തീർച്ചയായും ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല തീരുമാനം എടുത്തിട്ടുണ്ടാവുക. കാരണം ഇത് സാധാരണ ഒരു വ്യക്തിയല്ല. സമൂഹത്തിൽ 10,000-കണക്കിന് മനുഷ്യരുടെ പ്രതിനിധിയായി ഒരു MLA ആയി ആ MLAയുടെ എല്ലാ പ്രിവിലേജും എല്ലാ നിയമ പരിരക്ഷയും അധികാരവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇയാളപ്പോൾ. അപ്പൊ ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും അറിയാൻ പാടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കുട്ടിയെ ഉപയോഗിച്ചു, രണ്ടാമത്തെ കുട്ടിയെ ദ്രോഹം ചെയ്തു. എല്ലാവരോടും ഇയാൾ പറയുന്നത് എനിക്ക് കുട്ടി വേണം. ഇങ്ങനൊരു MLA ഉണ്ടോ? എനിക്ക് കുട്ടി വേണം. ഓ എന്നാ കുട്ടി ആയിക്കോട്ടെ, കുട്ടി ആയാലോ, ആയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ കൊല്ലണം. ഇങ്ങനൊരു സിനിമ പോലും നമ്മൾ കണ്ടിട്ടില്ല. ഹൊറർ സിനിമകൾ കണ്ടിട്ടുണ്ട് നമ്മൾ ധാരാളം. പക്ഷെ ആ ഹൊറർ സിനിമകളിൽ പോലും ഇങ്ങനെ ഒരു പ്രമേയം, ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രം സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. സീരിയൽ കില്ലേഴ്സിന്റെ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രത്യേകമായി തെരഞ്ഞു പിടിച്ച് ഗർഭസ്ഥ ശിശുവിനെ മാത്രമേ കൊല്ലൂ, സ്ത്രീകളെ മാത്രമേ ഇയാൾ ഉപയോഗിക്കൂ. ഇതിന്റെ ഈ രോഗത്തിന്റെ പേര് ഇനിയിപ്പോ സൈക്കോളജിയിൽ പുതിയ തിയറി ഒക്കെ വരുമായിരിക്കും. ഇയാളുടെ ഈ വ്യാപാരം പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സ് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പുതിയ സൈക്യാട്രിയുടെ പുതിയ തലങ്ങൾ കണ്ടെത്തിയെന്ന് വരാം, പുതിയ സിദ്ധാന്തങ്ങൾ വന്നു എന്ന് വരാം. സാധാരണ നമ്മൾ പറയാറുണ്ട്, നിന്റെ കൂട്ടുകാരാരാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നിന്റെ സ്വഭാവം എന്താണെന്ന്. അങ്ങനെ പറയാറുണ്ട്, ഒരു പഴമൊഴിയാണ്. നിന്റെ കൂട്ടുകാരി ആരാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നീ ആരാണ് എന്ന് ഞാൻ പറയാം എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനാണല്ലോ ഇവിടുത്തെ MP അല്ലേ, നിങ്ങളുടെ MP അല്ലേ ഷോഫിക്ക. എന്തെല്ലാം ഷോകളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ അവരുമായിട്ട് ഈ ആളുമായിട്ട് ഒരു ബന്ധമില്ല.
എങ്ങനെയാണ് ഇവിടെ ഇവർ രണ്ടുപേരും കൂടി നടത്തിയിട്ടുള്ള നാടകങ്ങൾ, അധികാരം കിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നാടകങ്ങൾ എന്തൊക്കെയായിരുന്നു? 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇല്ലേ, ഷോഫിക്കയുടെ ചോര വീണ മണ്ണാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചോര നാടകം ഒക്കെ അഭിനയിച്ചു, സ്ത്രീകളെ അടക്കം പറ്റിക്കാൻ വേണ്ടി. ഇങ്ങനെ സർവത്ര തട്ടിപ്പും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു, ഇവർ രണ്ടുപേരും പോകണം, എല്ലാവരെയും പരിശോധിച്ചു. കേരളത്തിലെ MLA-മാർ, മന്ത്രിമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാർ ഒക്കെ നിലമ്പൂർക്ക് പോകുമ്പോൾ അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടെ പണമിടപാട് നടക്കുന്നുണ്ടോ, മറ്റു വല്ല പ്രശ്നങ്ങളുണ്ടോ, മതത്തെ ഉപയോഗിക്കുന്നുണ്ടോ, ജാതിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനിടയ്ക്ക് ഈ രണ്ടുപേരെയും പിടിച്ചു. ഇയാൾ എന്ത് ഷോയാണ് അവിടെ കാണിച്ചത്? ആ ഇലക്ഷൻ കമ്മീഷനിൽ പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്, നീയൊക്കെ കരുതണ്ട എപ്പോഴും ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്ന്, നിന്നെയൊക്കെ ശരിയാക്കി തരാന്ന. ആ ഉദ്യോഗസ്ഥന്മാരിപ്പോ ഓർത്ത് ചിരിക്കുന്നുണ്ടാവും. ഇത്രയ്ക്ക് അല്പനായിട്ടുള്ള, ഇത്രയ്ക്ക് ക്രൂരനായിട്ടുള്ള, ഇത്രയ്ക്ക് മ്ലേച്ഛനായിട്ടുള്ള ഒരു മനുഷ്യൻ കേരളത്തിന്റെ നിയമസഭയിൽ എങ്ങനെ കടന്നുകൂടി? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചല്ലോ, ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചോദിച്ചല്ലോ, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞാൻ സമ്മതിക്കില്ല. എന്ത് സമ്മതിക്കാത്തത്? കേരളത്തിലെ ഗവൺമെന്റ് CPM-നെ ഉപയോഗിച്ച് വീട് വീടാന്തരം ആളുകളെ കയറ്റി നിയമിച്ച് ഈ ഗവൺമെന്റ് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഗവൺമെന്റിന്റെ സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇനിയും എന്തൊക്കെയാണ് പോരായ്മയുള്ളത് എന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ആളുകളെ വിടുന്നു. ഞാൻ സമ്മതിക്കില്ല. ഇയാളുടെ സമ്മതം ചോദിച്ചിട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നത്? നമ്മൾ എന്ത് തീരുമാനിച്ചു ഇലക്ഷൻ കഴിഞ്ഞപ്പോ? നമ്മളും ഞെട്ടി, കോൺഗ്രസും ഞെട്ടി. പക്ഷെ ഈ മണ്ടന്മാര് ഒരു ഉളുപ്പുമില്ലാതെ ഈ കിട്ടിയ സീറ്റ് ഞങ്ങൾ എന്തോ മഹാന്മാരായത് കൊണ്ട് ജനങ്ങൾ തന്നതാണ് എന്ന് ധരിച്ചു ഇരിക്കുകയാണ്. നമ്മൾ ഞെട്ടിയതിന്റെ കാരണം എന്താ? നമ്മൾ ഞെട്ടിയതിന്റെ കാരണം നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? 1980-കൾ മുതൽ കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവന്നത് സഖാവ് E.K. നായരുടെ ഗവൺമെന്റ് 45 രൂപയിൽ നിന്ന് തുടങ്ങിയതാണ്. അത് 2000 രൂപ വരെ എത്തി നിൽക്കുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ UDF-ന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഈ ക്ഷേമ പെൻഷൻ തുടങ്ങിയപ്പോ അതിനെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിച്ചോറിനെ അധിക്ഷേപിച്ചതുപോലെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ കരുണാകരൻ എന്താ പറഞ്ഞത്? പ്രത്യുൽപാദനപരമല്ലാത്ത കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ പാടുള്ളതല്ല. തന്റെ ഊർജവും ശേഷിയും ഒക്കെ തീർന്ന ഈ പ്രായമായവർക്ക് ഖജനാവിലെ പണം കൊടുക്കേണ്ടതുണ്ടോ എന്ന് അധിക്ഷേപിച്ച മനുഷ്യന്റെ പേര് കൂടിയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ K. കരുണാകരൻ. എന്നിട്ട് അതിനിടയ്ക്കാണ് ഉമ്മൻചാണ്ടി വന്നിട്ട് 100 രൂപ ഞങ്ങൾ കൂട്ടിത്തരും എന്ന് പറഞ്ഞത്. അപ്പൊ 45-ൽ തുടങ്ങി 2000-ൽ വന്ന് നിൽക്കുമ്പോൾ, 2000 രൂപയിൽ വന്ന് നിൽക്കുമ്പോൾ 100 രൂപയുടെ അവകാശം മാത്രം പറയാനുള്ളതാണ് കോൺഗ്രസിന്. നമ്മൾ 2000 രൂപ വരെ കൊടുത്തു. അത് 30 ലക്ഷം പേർക്കുണ്ടായിരുന്നത് 63 ലക്ഷത്തിലേക്ക് ഉയർത്തി. നമ്മളൊരു 3 വീടെടുത്താൽ അതിൽ ഒന്നോ അല്ലെങ്കിൽ 2 വീട്ടിൽ ഏതെങ്കിലും തരം പെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഉയർത്തി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും ആളുകൾക്ക് നമ്മൾ സഹായം അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത്, ആനുകൂല്യമല്ല അർഹതപ്പെട്ടത് നമ്മൾ കൊടുത്തല്ലോ. നമ്മൾ അങ്ങനെയാ കരുതുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എന്തിനാ രാഷ്ട്രീയം? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന പണം, വിഭവങ്ങൾ, പ്രകൃതി സമ്പത്ത്, ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ അവകാശപ്പെട്ടതാണ്. അവർക്കാകെ വിതരണം ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, വോട്ട് നേടി അധികാരത്തിൽ വരുന്നത്, MLA ആകുന്നത്, മന്ത്രിയാകുന്നത്, മുഖ്യമന്ത്രിയാകുന്നത്. ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഭവങ്ങളെ, പണത്തെ എല്ലാം തന്നെ തിരിച്ച് ജനങ്ങളിലേക്ക് തുല്യമായി, നീതിപൂർവകമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനിയും വർദ്ധിപ്പിക്കും എന്നല്ലേ പറഞ്ഞത്. നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തോറ്റുപോയത് കൊണ്ട് നമ്മൾ എടുത്ത തീരുമാനത്തിൽ നമ്മൾ പുറകിലേക്ക് പോകില്ല. നമ്മൾ ഇനിയും 2500-ൽ എത്തിക്കും.
ഇനി നമ്മുടെ സ്കൂളുകൾ നോക്കൂ. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ഏറ്റവും മികച്ച പള്ളിക്കൂടങ്ങൾ കേരളത്തിൽ, എല്ലാ സൗകര്യങ്ങളും ഉള്ളത്, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. ആ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് 11 ലക്ഷം കുട്ടികൾ അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് തിരിച്ച് നമ്മുടെ സ്കൂളുകളിലേക്ക് വന്നു. അപ്പോൾ വലിയ മാറ്റം പള്ളിക്കൂടങ്ങൾക്കകത്തുണ്ടാക്കി. നമ്മുടെ ആരോഗ്യ മേഖല എന്താണ്? നമ്മുടെ നീതി ആയോഗ് തന്നെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സർവേ ഒക്കെ അടക്കം പറഞ്ഞിട്ടുള്ളത് എന്താ? ഏറ്റവും മികച്ച സേവനം കൊടുക്കുന്ന ആശുപത്രികൾ കേരളത്തിൽ. നാഷണൽ ക്വാളിറ്റി ഹെൽത്ത് മേഖലയിൽ നാഷണൽ ക്വാളിറ്റി സർവേയിൽ അടക്കം പറയുന്നു മികച്ച ആശുപത്രികൾ. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഹാർട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ എറണാകുളം ജില്ലയിലാണ് നടത്തിയത്, ആശുപത്രിയിലാണ് നടത്തിയത്. ഹാർട്ട് മാറ്റിവെക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. കോട്ടയത്ത് 3 തരം ശസ്ത്രക്രിയ ഒരു ദിവസം നടത്തി, കോട്ടയം മെഡിക്കൽ കോളേജിൽ. എന്താ? മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം, ശ്വാസകോശം, കിഡ്നി, ഇത് 3 പേർക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് ഇന്ത്യയിൽ നടക്കുന്ന, ഗവൺമെന്റ് മേഖലയിൽ നടക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 24 ലക്ഷത്തോളം പേർക്ക് സൗജന്യ ചികിത്സ 7500 കോടി രൂപയോളം ചെലവിട്ട് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് നടത്തിയ ഒരു സംസ്ഥാനമാണ്. 4.5 വർഷം കൊണ്ട് മാത്രം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ വേറൊരു തിരക്കിലായിരിക്കും. കാരണം 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ, ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യാനുള്ളത്. അവർക്ക് ഒരു ശാക്തീകരണം, സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ള പേരിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ പലരും അത് അപേക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപേക്ഷിക്കാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും. ഇനി അതേ കുടുംബത്തിൽപ്പെട്ട പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വട്ടു സ്കോളർഷിപ്പ്. ഇങ്ങനെയൊക്കെ ഇനിയും എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും റോഡുകൾ, പാലങ്ങൾ, നാഷണൽ ഹൈവേ, വാട്ടർ മെട്രോ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇപ്പോ വയനാട് തുരങ്കപാത, ഇതെല്ലാം വരികയാണ്. ഇനി അടുത്ത ദിവസം തന്നെയാണ് നീതി ആയോഗിന്റെ വേറൊരു കണക്ക് വന്നു. ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ പാർപ്പിടമുണ്ടാക്കി കൊടുക്കുന്ന പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഈ ഹൗസിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ലൈഫ് മിഷൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതിദരിദ്രർ 0.5% ഉണ്ടായുള്ളൂ. പക്ഷെ 0.5% പോലും കാണാനുള്ള കാഴ്ച ശക്തിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരെ കാണും. കാരണം നമ്മുടെ രാഷ്ട്രീയം പറയുന്ന ആ മനുഷ്യത്വമാണ് അല്പസമയം മുൻപ് നിങ്ങൾ ഇവിടെ വലിയ ശബ്ദത്തിൽ കവിതയായി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അത്? മനുഷ്യനാകണം, 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 ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. അപ്പൊ 0.5% പോലും അത് മനുഷ്യരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവരുടെ പ്രയാസം മാറ്റേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിനുണ്ട്. ആ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചുമുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രവർത്തനം ചെയ്തത്. അതിദരിദ്രരെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം, അതിദാരിദ്ര്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന പ്രവർത്തനം. എന്നിട്ടും എന്തു പറഞ്ഞു? ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ അറിയണ്ട. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ, ഇവിടുത്തെ ആശാപ്രവർത്തകർ, ഇവിടുത്തെ അയൽക്കൂട്ട അംഗങ്ങൾ, ADS CDS അംഗങ്ങൾ, ഇവർക്കൊക്കെ അറിയാം. ഇവരെയൊക്കെ കിലയിൽ നിന്നും മറ്റുമൊക്കെ പരിശീലനം കൊടുത്ത് എങ്ങനെയാണ് ഒരു വാർഡിനകത്ത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, ഏറ്റവും നിസ്വരായ ആളുകളെ ചേർത്ത് നിർത്തി വേണം വികസന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ആ രാഷ്ട്രപിതാവിന്റെ പേരാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി എന്നുള്ള പേര് ഇടയ്ക്കെങ്കിലും പറയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്.
കോൺഗ്രസിനോട് അധികാരം കിട്ടിയപ്പോൾ, സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരം കിട്ടിയപ്പോൾ ഗാന്ധി ഉപദേശിച്ചത്, നിങ്ങളൊരു വികസന പ്രവർത്തനം ചിട്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ കണ്ണുകളിലേക്ക് വരേണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള അയാൾക്ക് നിങ്ങളുടെ വികസന പ്രവർത്തനം കൊണ്ട്, പരിപാടി കൊണ്ട് എന്ത് നേട്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്. നമ്മളത് പരിശോധിച്ചു. കാരണം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്കു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അത് ഉയർച്ച താഴ്ചകൾ കണക്കാക്കാതെ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി സാഹോദര്യത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 0.5% ആ വിഭാഗത്തെ, അത്രയും മനുഷ്യരെ, അവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്, കൂടെ താമസിക്കുന്നവരാണ്, അവരെ കൂടി അതിദാരിദ്ര്യത്തിന്റെ ആ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പ്രവർത്തനം ചിട്ടപ്പെടുത്തിയത്. സർവേ നടത്തി വാർഡടിസ്ഥാനത്തിൽ എന്ത് അതിദാരിദ്ര്യമാണ് അവർ അനുഭവിക്കുന്നത്, പലതരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ആ അതിദാരിദ്ര്യത്തിൽ എന്താണ് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രയാസം? മരുന്ന് കിട്ടാത്തതാണോ? വീടില്ലാത്തതാണോ? തൊഴിലെടുക്കാൻ പോകാൻ പറ്റാത്തതാണോ? ഭക്ഷണം കിട്ടാത്തതാണോ? ഇങ്ങനെ 3-4 ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് കൗൺസിലിൽ അത് അംഗീകരിച്ചു, പഞ്ചായത്ത് സമിതിയിൽ അത് കൊണ്ടുവന്നു. ആ ലിസ്റ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കൂടിച്ചേർന്ന് അത് ചർച്ച ചെയ്തു. എന്റെ വാർഡിൽ ഒരാൾ കൂടിയുണ്ട്, അതിനെ കൂടി ചേർക്കണം. ഓക്കെ, ആയിക്കോട്ടെ. ഇങ്ങനെ കേരളത്തിലെ 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ പ്രോസസ്സ് നടന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പ്രഖ്യാപിച്ചത്. അന്തർദേശീയ മാധ്യമങ്ങൾ, ദ എക്കണോമിക് മാസിക മാഗസിൻ എന്തു പറഞ്ഞു? ഇത് അത്ഭുതകരമായ പ്രവർത്തനമാണ്. ലോകത്തിന് തന്നെ പുതിയ ഒരു മാനദണ്ഡങ്ങൾ, എങ്ങനെയാണ് അതിദരിദ്രരെ നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന പുതിയ മാനദണ്ഡങ്ങൾ ലോകത്തിനാകെ മാതൃകയായി ഈ കൊച്ചു കേരളം, ഒരു രാജ്യം പോലുമല്ല, ഒരു രാജ്യത്തിന്റെ ഒരു ചെറിയ ഒരു എന്താ പറയാ തേങ്ങാപ്പൂള് പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് നിന്ന് പല പല മോഡലുകൾ, നമ്മൾ അങ്ങനെ നിരവധി മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പ്രകൃതി ദുരന്തം വരുമ്പോ, കോവിഡ് വന്നു, വെള്ളപ്പൊക്കം വന്നു, അല്ലേ? എന്തു വന്നാലും അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന വിധത്തിൽ ചങ്കുറുപ്പുള്ള, ധാർമ്മികതയുള്ള, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ് ഈ ചുവപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അധികാരം കിട്ടുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഈ അടുത്ത ദിവസം കേരളം ചർച്ച ചെയ്തത് എന്താ? കോൺഗ്രസ് പറയാണ് ഞങ്ങൾ പഠിക്കാൻ പോകുന്നു. നല്ല കാര്യം, പഠിക്കട്ടെ. അവർ വയനാടിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അത്യാഡംബരപൂർണമായിട്ടുള്ള ഒരു ഹോട്ടലിനകത്ത് സ്യൂട്ട് റൂമൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ആവട്ടെ, പഠിച്ചിട്ട് പറഞ്ഞതെന്താ? നമ്മൾ 1954-55 കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പഠിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ നമ്മുടെ ഒരു പഠന ക്ലാസ് നടക്കാൻ പോവാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ. 1954-55 കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു. എന്ത് പഠിച്ചു? ഈ കേരള സംസ്ഥാനത്ത് അധികാരം കിട്ടിയാൽ, അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കർഷകരെ സഹായിക്കണം, ജന്മിത്വം ഇല്ലാതാക്കണം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം, അങ്ങനെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവരണം, പോലീസിനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായികളായി മാറ്റണം, ജനങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കാനുള്ള സേനയാക്കി പോലീസിനെ മാറ്റണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത് പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടി അധികാരത്തിന് കൊടുക്കുന്നു, നേതൃത്വം കൊടുക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം അടക്കം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതാണ് നമ്മുടെ രാഷ്ട്രീയം ഞാൻ സൂചിപ്പിച്ചത്. അതിനുശേഷവും നമ്മൾ 60-കളിൽ, 70-കളിൽ, 80-കളിൽ, 90-കളിൽ, 2000-ൽ, ഈ 2010-ൽ ഇപ്പോഴും നമ്മൾ പഠന കോൺഗ്രസ് നടത്താൻ പോവാണ്. എന്തിനു വേണ്ടിയാ? 54-56 കാലഘട്ടത്തിലെ സമൂഹമല്ല, ആ സമൂഹത്തിന്റെ ആവശ്യമല്ല ഇന്നുള്ളത്. അടുത്ത 5 വർഷം എന്തെല്ലാം ചെയ്യണം? നമ്മളിപ്പോൾ പഠിച്ചു. വിഷൻ 2031 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലെ ഞങ്ങളും പഠിക്കാൻ പോവാണ്. മറ്റേ കാക്കയുടെ കഥ നിങ്ങൾ മറക്കണ്ട.
ഇല്ലേ? ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് ഞങ്ങളൊന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടൊന്ന് ഞങ്ങളൊന്ന് രൂപാന്തരം പ്രാപിച്ച് കളയാം. കമ്മ്യൂണിസ്റ്റുകാരോട് വലിയൊരു ഇഷ്ടം, ഒരു ബഹുമാനം, ഒരു ആദരവ് സമൂഹത്തിലുണ്ട്. എന്നാൽ ഞങ്ങളും അങ്ങനെ ചെയ്യാൻ പോവാണ്. ആയിക്കോട്ടെ, ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മുടെ പഠന ക്ലാസ് അല്ലെങ്കിൽ പഠന കോൺഗ്രസ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ LDF എന്നുള്ള നിലയ്ക്ക് അതിന്റെ നേതാക്കന്മാർ സംസാരിച്ചാൽ ജനങ്ങളോട് സാധാരണ പറയുന്ന ഒരു പറച്ചിലുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇവരെന്ത് പറഞ്ഞു? ഈ ക്ലാസ് കഴിഞ്ഞതോടുകൂടി ആ ക്ലാസിന്റെ പേര്, ആ പരിപാടിയുടെ പേര് ലക്ഷ്യ. നല്ല പേര്. എന്താ നിങ്ങളുടെ ലക്ഷ്യം? ഞങ്ങൾ 100 സീറ്റ് പിടിക്കും. ഞങ്ങൾ 100 സീറ്റ് പിടിക്കും. എന്തിനാ നിങ്ങൾ 100 സീറ്റ് പിടിക്കുന്നത്? അതാദ്യം പറയണ്ടേ? ഇന്ന് വരെയും പറഞ്ഞിട്ടുണ്ടോ കേരള സമൂഹത്തോട്? ഞങ്ങൾ പഠന ക്ലാസ് നടത്തി, പഠന ക്യാമ്പ് നടത്തി, ഞങ്ങൾ 100 സീറ്റ് പിടിക്കും എന്നല്ലാതെ നിങ്ങൾ എന്താണ് പഠിച്ചത്? സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനം പഠിക്കാൻ തീരുമാനിക്കുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിന് വേണ്ടിയാണ്. സമൂഹത്തിൽ അനുഭവിക്കുന്ന, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ചൂഷണവും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതും കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലും എന്താ പറഞ്ഞിട്ടുള്ളത്? ഇക്വാളിറ്റി ബിഫോർ ലോ. നിയമത്തിന്റെ മുന്നിൽ സർവരും തുല്യരാണ്. ഒരാളോടും വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 തുല്യത തന്നെയാണ് പറയുന്നത്. 17 ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറയാൻ പാടില്ല. അത് വാക്കാലോ പ്രവർത്തിയാലോ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 19 സ്വതന്ത്രമായി സംസാരിക്കാൻ ഉള്ള അവകാശം. ആർട്ടിക്കിൾ 20 അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം. ഈ അവകാശങ്ങളൊക്കെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് ആര് നടപ്പാക്കുന്നു വിചാരിച്ചാ? നിങ്ങൾ 100 സീറ്റ് വാങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഈ കേരള സമൂഹത്തിൽ നടപ്പിലാക്കാൻ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യൂട്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞു, ഈ മണ്ടന്മാരൊക്കെ കൂടി കയറി ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും കേരളത്തിലെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട്. കാരണം എങ്ങനെയാണ് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ജയം കിട്ടിയത്? നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം മുൻപ് നമ്മളിവിടെ ഭരിച്ചില്ലേ? എങ്ങനെയാണ് ഭരിച്ചത്? ഒന്ന്, സർവത്ര അഴിമതി. അഴിമതി കഥയുടെ നമ്പർ പറയാൻ തുടങ്ങിയാൽ ഇവിടെ അവസാനിക്കില്ല. കേരളത്തിൽ കടുംവെട്ട് നടത്തുകയാണ് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് സതീശൻ. ശ്രീ ഞാൻ മനഃപൂർവ്വം ചേർക്കണില്ല. കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശരിക്കും ചേർക്കേണ്ടതാണ്, പക്ഷെ മനഃപൂർവ്വം ചേർക്കാത്തതാ. പിണറായിയോട് എന്ന് പറ, ഗോവിന്ദൻ മാഷോട് എന്ന് പറ. മാഷിനോടില്ല, ഗോവിന്ദനോട് എന്ന് പറ. കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രായം ചെന്നൊരു മനുഷ്യൻ, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് സംസ്ഥാനത്തെ, ഗോവിന്ദ മാഷ്. ശ്രീ ഗോവിന്ദൻ എന്നെങ്കിലും പറഞ്ഞൂടെ? സാമാന്യ മര്യാദ. ഇയാളൊരു സമൂഹത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവല്ലേ? എത്രയോ മനുഷ്യർ, കുട്ടികൾ, യുവാക്കൾ, കടന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, അവർ ഏത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാകട്ടെ, ഇവരൊക്കെ കാണുകയല്ലേ ഈ പ്രതിപക്ഷ നേതാവിന്റെ വർത്തമാനം, മനുഷ്യരോട് കാണിക്കുന്ന പുച്ഛം, അനാദരവ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ 100 സീറ്റ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഞാൻ സൂചിപ്പിച്ചത് ഈ കിട്ടിയ വിജയം എങ്ങനെ കിട്ടി? 10 വർഷം മുമ്പ് നമ്മൾ ചെയ്തത് എന്താണ്? ഉമ്മൻചാണ്ടി കടുംവെട്ടാണ് വെട്ടുന്നത്, വലിയ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപേ നിന്ന് പറഞ്ഞത്, എന്നാൽ ഞാൻ ആദ്യം പറയാം എന്ന് പറഞ്ഞത് അന്നത്തെ പറൂർ MLA ആയിട്ടുള്ള VD സതീശനാണ്. കടുംവെട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ 32 ദിവസം സമരം ചെയ്തു. നിങ്ങളൊക്കെ ആ സമര സഹായ സമിതിയിൽ അന്ന് അംഗങ്ങളായിട്ടുണ്ടാവും. എന്താ തീരുമാനിച്ചത്? കേരളത്തെ കേരളമാക്കിയ വിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ പൊളിക്കാൻ ഉള്ള തീരുമാനമാണ് 2002 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എടുത്തത്. 2600ഓളം വരുന്ന പള്ളിക്കൂടങ്ങൾ ഞങ്ങൾ ഒറ്റ ദിവസം പൂട്ടാൻ പോവുകയാണ് എന്നാണ് തീരുമാനിച്ചത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കിയാലോ? മൂക്കിൽ മരണമടഞ്ഞാൽ ആൾക്ക് ആ മൃതദേഹത്തിന്റെ മൂക്കിൽ പഞ്ഞി വെക്കാൻ പോലും പഞ്ഞിയില്ല, മരുന്നില്ല, ഡോക്ടർമാരില്ല.
നഴ്സുമാരില്ല. ഒരു 10 വർഷം മുൻപത്തെ ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾ ഓർത്തു നോക്കൂ. മൂക്ക് പൊത്താതെ നമുക്ക് അങ്ങോട്ട് കയറാൻ കഴിയില്ല. ഒരു ദിവസം അവിടെ കിടക്കേണ്ടി വന്നാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കിടന്നിട്ടുണ്ട്, അതാ ഇത്രയും ഉറപ്പോടുകൂടി പറയുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. എൻ്റെ ഒരു പ്രസവം ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. പക്ഷെ ഇന്നതാണോ സ്ഥിതി? അപ്പൊ ഇവര് ചിന്തിക്കുകയാണ്, ഇത്രയും വൃത്തികേടാക്കിയ കുളമാക്കിയ ഒരു കാലമായിരുന്നു നമ്മുടേത്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യം, ഇനി പെൻഷൻകാരോ. 63 ലക്ഷം പേര് ഇവിടെ നിൽപ്പുണ്ടല്ലോ. അന്ന് 32 ലക്ഷം പേരുള്ളൂ. ആ 32 ലക്ഷം പേർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം എന്ന് പറഞ്ഞാൽ 600 രൂപ. അതുപോലും 18 മാസം നമ്മൾ കൊടുക്കാതിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൂട്ടി. എന്നിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? അടച്ചുപൂട്ടി. ലാഭമില്ല, എന്നാ പിന്നെ വിറ്റേക്കാം. ലേലം വിളിച്ചു. ഒരു ജിമ്മ് നടത്തി, നമ്മളും ജിമ്മ് നടത്തി. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി കൊച്ചിയിൽ വെച്ച്. എന്താ തീരുമാനിച്ചത്? ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണ്ണായ സ്ഥലങ്ങൾ, അവിടുത്തെ കെട്ടിടങ്ങൾ, അതിന്റെ ആസ്തി എല്ലാം വരുന്ന കോർപ്പറേറ്റുകൾക്ക്, വമ്പന്മാർക്ക് കച്ചവടം ചെയ്യാൻ, അല്ലെ, ലേലം വിളിക്കാൻ വേണ്ടിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയത്. നമ്മൾ അതിനെ ശക്തമായി പ്രതിരോധിച്ചു. ഇങ്ങനെയൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധ സർവീസും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉള്ള പ്രകൃതി വിഭവങ്ങളെയും നമ്മുടെ സമ്പത്തിനെയും പൊതുമേഖലയെയും ഒക്കെ വിറ്റഴിക്കാൻ തീരുമാനിച്ചു. നാഷണൽ ഹൈവേ തരാമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു. നിങ്ങൾക്ക് നാഷണൽ ഹൈവേ തരാം, അതിന്റെ പണി നിങ്ങൾ ഏറ്റെടുക്കണം, അതിന് മേൽനോട്ടം വഹിക്കണം. അതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്ത് അന്നത്തെ ഗവൺമെന്റിനോടല്ലേ പറയാൻ കഴിയുള്ളൂ. ഉമ്മൻചാണ്ടി എന്ത് പറഞ്ഞു? അത് പറ്റില്ല, ഇത്രയും വീതിക്ക് പറ്റില്ല. ഇനി വീതി കുറച്ചാൽ തന്നെ ഭൂമി ഇവിടെ കിട്ടില്ല. അതിനൊക്കെ വലിയ സമരവും കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല. അവരവരുടെ വഴിക്ക് പോയി. വിഴിഞ്ഞം പോർട്ട് ഇപ്പൊ തറക്കല്ല് മാന്തി നോക്കുകയാണ് കഴിഞ്ഞ ഉദ്ഘാടനത്തിനൊക്കെ. അത് ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ട്. അവിടെ ഇട്ട് അവിടെ ഒരു കല്ലുണ്ട്, ആ കല്ലന്വേഷിച്ച് നടക്കുക. വാട്ടർ മെട്രോ, ഇങ്ങനെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. എന്നിട്ടും ഇനി വേറൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക്, മക്കളെ, പവർ കട്ട് എന്താണെന്നറിയോ? പവർ കട്ട് എന്താണെന്നറിയോ? അറിയില്ല. അവരിതെന്താവോ ഈ ടീച്ചർ വന്ന് ഇവിടെ പറയണേ എന്നുള്ള ഭാവത്തിലിരിക്കുക. പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്താണെന്നറിയോ? അറിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷം, 10 വർഷക്കാലം മുൻപ് ജനിച്ച കുട്ടികളോട് ഇത് ചോദിച്ചാൽ അവരൊരു പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിളുകാർക്കും അറിയാൻ പറ്റില്ല എന്താ ഈ പവർ കട്ട്, എന്താ ഈ ലോഡ് ഷെഡിങ്. ഇങ്ങനെ ഒരു യോഗം നടന്നാൽ നമ്മൾ പ്രത്യേകം സംവിധാനങ്ങളൊക്കെ വെളിച്ചത്തിനും സൗണ്ടിനും വേണ്ടി ഒരുക്കേണ്ടി വരും. കാരണം 8 മണിക്ക് കറണ്ട് പോകും, അല്ലെങ്കിൽ 9 മണിക്ക് കറണ്ട് പോകും. ആദ്യം അരമണിക്കൂറായിരുന്നു, പിന്നെ 1 മണിക്കൂറായി, പിന്നെ അത് പറയാതെയായി. എപ്പോൾ വേണമെങ്കിലും പോവാം. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ഭരണകാലമായിരുന്നു 10 വർഷക്കാലം മുൻപ് കോൺഗ്രസ് ഭരിച്ച ഉമ്മൻചാണ്ടിയും ആന്റണിയും മാറി മാറി ഭരിച്ച ഈ കാലം. ഇനി ആ കാലത്തെ വർഗീയ കലാപങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പൊ ചർച്ച. ഇല്ലേ, ഇവര് ഭരിച്ചപ്പോഴല്ലേ ഈ കലാപങ്ങളൊക്കെ നാട്ടിലുണ്ടായത്. പൂന്തറ കലാപമാണെങ്കിലും മാറാട് കലാപങ്ങൾ, 1ഉം 2ഉം കലാപങ്ങളാണെങ്കിലും ഇതൊക്കെ ഉണ്ടായത് ഈ UDF കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒന്നും, അപ്പൊ ഇവരിങ്ങനെ സ്വയം ചിന്തിക്കുക, എന്നിട്ടും നമ്മളെ ഇങ്ങനെ കുത്തി കുലുക്കി വോട്ടും തന്ന് നമ്മളെ ജയിപ്പിച്ചേക്കാണല്ലോ. എന്നാ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നിയമസഭ കിട്ടൂട്ടോ. എന്നാ പിന്നെ നമുക്ക് പഠിക്കാൻ പോവാം. പഴയ ആ കുപ്പായൊക്കെ ഒന്നും കൂടിയും പശയൊക്കെ പിടിപ്പിച്ച് തേച്ച് സുന്ദരമായിട്ടൊക്കെ ഒന്ന് നടക്കാം. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ, ഏതെങ്കിലും യൂട്യൂബർമാർ പറയുന്നുണ്ടോ ഇവരുടെ കേമത്വം കൊണ്ടാണ് നിങ്ങൾ ജനിച്ചത് എന്ന് പറയുന്നുണ്ടോ? ഇനി പറയുന്നത് എന്താ? ഇവിടെ ഭരണവിരുദ്ധ വികാരമാണ് ആളുകൾക്ക്. ഭരണത്തോട് വിരുദ്ധമായൊരു വികാരമാണ്. എന്തിന്? പെൻഷൻ കൂട്ടിക്കൊടുത്തതിനോ, നല്ല റോഡ് ഉണ്ടാക്കി കൊടുത്തതിനോ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് വിരോധം? നല്ല പള്ളിക്കൂട് ഉണ്ടാക്കി കൊടുത്തതിനാണോ? നല്ല ആശുപത്രി, മരുന്നും ഡോക്ടർമാരും ഒക്കെ കൊടുത്തതിനാണോ? ഫാമിലി ഹെൽത്ത് സെന്ററിൽ നിങ്ങൾ എപ്പോൾ ചെന്നാലും മരുന്നുണ്ട്, ഡോക്ടറുണ്ട്. ഇനി അതും കൂടാതെ ഓരോ 2ഉം 3ഉം വാർഡുകൾ തോറും വെൽനസ് സെന്റർ. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് തൊട്ടടുത്ത് വെൽനസ് സെന്റർ വാർഡടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട മരുന്ന് സപ്ലൈ ചെയ്യാണ്. ഇത് കൊടുത്തതിനാണോ ഭരണവിരുദ്ധ വികാരം? ഇനി സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇടത്തിന്റെ പേരാണ് ഈ കേരളം.
ഇപ്പൊ ചർച്ചയിൽ വരുന്ന ഒരു സിനിമാ നടി ഉണ്ടല്ലോ, താരം, ചെറുപ്പക്കാരി, എന്താ പേര്? നല്ല വെളിവോടുകൂടി വർത്താനം പറയുന്ന ഒരു പെൺകുട്ടി, മീനാക്ഷി. അറിയില്ലേ നിങ്ങൾ മീനാക്ഷിയെ? എന്താ മീനാക്ഷി കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തത്? കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായി സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടമാണ്. ആ ഇടമാക്കി കേരളത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്ന് ഇടവും വലവും തിരിയാതെ നേരെ നോക്കി മാധ്യമങ്ങളോട് കമന്റ് ചെയ്ത പെൺകുട്ടിയാണ്. അത് തന്നെയല്ലേ ആക്രമണത്തിന് വിധേയമായ സിനിമാ നടി പറഞ്ഞത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് തനിക്ക് നേരിട്ട ദാരുണമായ ഒരു ആക്രമണത്തിനെതിരെ പരാതിയുമായി പോയത്? വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം കേരളത്തിൽ ചെന്നാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഒരു വാക്കേ ഉള്ളൂ: അനീതിക്കെതിരെ പടപൊരുതുക. ആ അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി പോരാടാൻ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ ഏതു മനുഷ്യർ മുമ്പിൽ വന്നാലും ആ നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയമായി, ഭരണപരമായി, നിയമപരമായി എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് എന്നുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്നു. രാജ്യത്തിനാകെ അത്ഭുതമായി. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ റോൾ എന്താ? നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പ്രതിപക്ഷത്തായിട്ട് പോലും ഈ സമൂഹത്തെക്കുറിച്ച്, കേരള സമൂഹത്തിന്റെ വികസനത്തെക്കുറിച്ച്, നാളത്തെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സതീശൻ എന്തെങ്കിലും പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കേരളത്തിൽ കാർഷിക മേഖലയിൽ ഇന്നത് ചെയ്യൂട്ടോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആർദ്രം പദ്ധതി നിർത്തലാക്കും എന്ന് പറഞ്ഞ ആൾക്കാരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് MM ഹസനാണ് UDFന്റെ കൺവീനർ. എന്ത് ചെയ്തു? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആർദ്രം നിർത്തും, ലൈഫ് മിഷൻ അടച്ചുപൂട്ടും, റോഡുകളും തോടുകളൊന്നും ഞങ്ങൾ ഒന്നും ചെയ്യില്ല, അതൊക്കെ അഴിമതിയാണ്, കിഫ്ബി ഞങ്ങൾ അടച്ചുപൂട്ടും. 1119 പ്രോജക്റ്റുകളായി 90,000 കോടി ചെലവഴിച്ച് കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലത്തിനകത്തും സ്കൂളുകളായി, ആരോഗ്യ സ്ഥാപനങ്ങളായി, റോഡുകളായി, നാഷണൽ ഹൈവേകളായി, വിഴിഞ്ഞം പോർട്ടുകളായി, ഇങ്ങനെ 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 എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കിഫ്ബി എന്ന് പറയുന്ന പ്രത്യേക സംവിധാനത്തിലൂടെയാണ്. അതിന് ഞങ്ങൾ അടച്ചുപൂട്ടുന്ന പറയണേ. പിന്നെ നിങ്ങൾ പകരം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ ചോദിക്കണ്ടേ? നമ്മളോട് ചോദിക്കാറില്ലേ? നിങ്ങൾ ഇതൊക്കെ അടച്ചുപൂട്ടും, ശരി, നിങ്ങൾക്ക് ഭരിക്കണ്ടേ? 100 സീറ്റ് വേണ്ടേ? ഈ 100 സീറ്റ് വാങ്ങി MLA-മാരായി വന്നാൽ, അതിൽ നിന്ന് മന്ത്രിമാരായാൽ, അതിൽ നിന്ന് മുഖ്യമന്ത്രിയായാൽ നിങ്ങളുടെ പരിപാടി എന്താണ് ഹേ എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു. അവരോട് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും MLA-മാരെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഈ കേരളത്തിലെ സ്ത്രീകളും യുവതികളും ഒക്കെ കണ്ട് ഞെട്ടുകയല്ലേ? ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇവർ പ്രതിപക്ഷത്താണ്, പക്ഷെ ഇവരുടെ MLA-മാരെ കൊണ്ട്, MP-മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വിക്രിയകൾ, പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യുന്ന തോന്നിയവാസങ്ങൾ, അഴിമതികൾ, തട്ടിപ്പുകൾ കണ്ട് ഞെട്ടുന്ന ജനം ഇവർക്ക് 100 സീറ്റ് കൊടുക്കുന്നവരുടെ ധാരണ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് 100 സീറ്റ് ഇങ്ങനെ എണ്ണി മനപ്പായസം കൊണ്ട് നിൽക്കുന്നത്? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കണ്ട് നടക്കുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്? ഇവിടുത്തെ ഒരു MLA-യുടെ അവസ്ഥ നമ്മൾ അത് പറഞ്ഞാൽ തുടങ്ങിയത് ഇല്ലേ? ഈ MLA-യെ കുറിച്ച്, മാങ്കൂട്ടത്തിലിനെ കുറിച്ച് 3 വർഷം മുൻപ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു യുവതി, ഞങ്ങളുടെ നാട്ടുകാരി, ആ കുട്ടി പരാതിപ്പെട്ടു. ആരോട് പരാതിപ്പെട്ടു? പിതൃതുല്യനായി കരുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കരുതുന്ന ശ്രീ VD സതീശനോട്. നമ്മൾ അറിയാതെ ശ്രീ വരും, കാരണം അത് നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. അയാൾക്ക് അർഹതപ്പെട്ടതല്ലത്, എന്നാലും അറിയാതെ വന്ന് പോണതാണ് കേട്ടോ. അപ്പൊ ശ്രീ VD സതീശനോട് പരാതിപ്പെട്ടു. അച്ഛനെ പോലെ കരുതുന്ന ആളാ. എന്ത് പരാതിപ്പെട്ടു? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു. വാക്കുകൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ട് മാത്രമല്ല, ലൈംഗികമായി ഉപയോഗിക്കുന്നു.
കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി മെസ്സേജാണ്, ഗൂഗിൾ പേ വഴി വരെയാണെന്നാണ് മെസ്സേജ് അയച്ചിട്ട് ഇയാൾ എവിടെയാണോ അവിടെ വരാൻ പറയുന്നതാണ്. വടകര തെരഞ്ഞെടുപ്പിൽ അവിടെയും ഷോഫിക്കോടൊപ്പം പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കണ്ട പെണ്ണുങ്ങളോടൊക്കെ ഈ പരാതിക്കാരി അടക്കം പറയുന്നുണ്ട്, എന്നോട് ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ടോ ഇത്രയും വൃത്തികെട്ട ആണുങ്ങൾക്ക് വരെ മോശമാണ്. ചെരുപ്പ് വാങ്ങാൻ വേണ്ടി 10,000 രൂപ അടിച്ചെടുത്തു. ഇതൊരു കഷ്ടമാണ് നോക്കണേ. ആ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ചു, പലതും പറഞ്ഞ് പറ്റിച്ചു. ഇനി നോക്കിയപ്പോൾ അവളുടെ കയ്യിലൊരു പേഴ്സ് ഉണ്ട്, അല്പം കനമുള്ള പേഴ്സാ. അപ്പൊ പറഞ്ഞൊരു ചെരുപ്പ് വാങ്ങണം പ്രിയപ്പെട്ടവളെ, നീ ഒരു 10,000 രൂപ തരുമോ? ഓ, അതും വാങ്ങി. ഗൂഗിൾ പേ വഴിയാണല്ലോ ഈ ചാറ്റിങ്, എന്നാ പിന്നെ ഗൂഗിൾ പേ വഴി തന്നെ 10,000 രൂപയും. ഇതാണ് കോൺഗ്രസിന് MLA-മാരെ കൊടുത്താൽ ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവർ ഈ സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നുമില്ല. ഇനി പോട്ടെ, എംബ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് ഞാനും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരാ എംബ്രാൻ? ഇവരുടെ ശ്രീ വി ഡി സതീശൻ. വി ഡി സതീശൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2018 ഞാൻ താമസിക്കുന്ന പ്രദേശം പറവൂർ ഉൾപ്പെടെ മുങ്ങിപ്പോയി. ഇവിടെ വെള്ളം വന്നോ? മുങ്ങിപ്പോയി, വലിയ പ്രയാസം അനുഭവിച്ചു. കിട്ടിയ അവസരം പാഴാക്കാതെ പുള്ളി എന്ത് ചെയ്തു? വിദേശത്തേക്ക് പോയി. ഇടയ്ക്കൊക്കെ വിദേശ സന്ദർശനങ്ങളൊക്കെ ഉണ്ട്, എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല. വിദേശത്ത് പോയി പണം പിരിച്ചു. പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പേരും പ്രഖ്യാപിക്കുന്നത് കേട്ടു. പണം പിരിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഇയാളോട് ചോദിച്ചു, നിങ്ങൾ പുനർജനി എന്ന് പറയുന്ന ഒരു പരിപാടി നടപ്പിലാക്കിയില്ലേ? ആർക്കെങ്കിലും വീട് കൊടുത്തോ? നിങ്ങൾ വിദേശത്ത് പോയി അനധികൃതമായി പണം പിരിച്ചു എന്നറിയാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ നാട്ടിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത്, ഞാൻ നയാ പൈസ പിരിച്ചിട്ടില്ല, ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ നയാ പൈസ പിരിച്ചിട്ടില്ല. ഓ ശരി. അന്നത്തെ നിയമസഭയിൽ, കഴിഞ്ഞ നിയമസഭയിൽ മുൻ മന്ത്രിയായിരുന്ന സഖാവ് എസ് ശർമ്മ ഇത് ഉന്നയിച്ചു, പറവൂക്കാരൻ എന്നുള്ള നിലയ്ക്ക്. സഖാവ് എം സ്വരാജ് ഈ കാര്യം ചോദിച്ചു. അന്നത്തെ ഇടതുപക്ഷത്തിന്റെ നേതാവായിരുന്ന സഖാവ് പി രാജു ഇത് ഉന്നയിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞു, നിഷേധിച്ചു, ഒരു നയാ പൈസ ഞാൻ പിരിച്ചിട്ടില്ല. അതിനുശേഷം ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് MLA അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ ചെന്ന് അവിടെ ഒരു ലഞ്ച് പാർട്ടിക്കിടെ ഞങ്ങളുടെ നാട്ടിൽ വലിയ ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിൽ കുറെ ആളുകൾക്ക് ഉപജീവനോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവനോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരെ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും 500 പൗണ്ട് വെച്ച് എനിക്ക് തരണം എന്ന് ചോദിച്ചു. ആ ചോദിക്കുന്ന വീഡിയോ പുറത്തു വന്നു. ഇനി ഞാൻ ഇന്നാണ് ആ വീഡിയോ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കേട്ടത് കേട്ടോ. അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ജനപ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ട്രാൻസ്പെറന്റ് ആയി, അത് നിങ്ങൾ നോക്കി കേട്ടോളൂ, വളരെ ട്രാൻസ്പെറന്റ് ആയി എന്ന് പറഞ്ഞാൽ സുതാര്യമായി നിങ്ങൾ തരുന്ന പണം അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ കൊടുക്കും. ആരാ പറയുന്നത്? കേരളത്തിലെ ഒരു ജനപ്രതിനിധി, ഒരു MLA. എന്നിട്ട് ആ ഫണ്ട് വാങ്ങി. ആ ഫണ്ട് വാങ്ങിയപ്പോഴാണ് നമ്മൾ ചോദ്യം നമ്മളിങ്ങനെ ലീക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചു, നിങ്ങൾ ഈ ഫണ്ട് എന്ത് ചെയ്തു? അപ്പൊ പറയാണ്, ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്താൽ, നമ്മൾ പിരിവെടുക്കാറുണ്ടല്ലോ നാട്ടിൽ, പലതരത്തിലുള്ള പിരിവ്, ചികിത്സാ സഹായ ഫണ്ട് പിരിക്കാറുണ്ട്, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഫണ്ട് പിരിക്കാറുണ്ട്. ഈ ഫണ്ട് പിരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഫണ്ടിന്റെ കണക്ക്, ഇന്ന വാർഡിൽ നിന്ന്, ഇന്ന ഏരിയയിൽ നിന്ന്, ഇന്ന ലോക്കലിൽ നിന്ന് ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ ഏൽപ്പിച്ചു, നമ്മളത് അടുത്ത സമ്മേളനത്തിലോ അല്ലെങ്കിൽ അതാത് സംഘടനയുടെ സംവിധാനത്തിനകത്തോ ഇത് രേഖപ്പെടുത്തും. അത് ആർക്കും പരിശോധിക്കാം. അപ്പൊ ആദ്യം ഫണ്ട് പിരിച്ചില്ല എന്ന് കള്ളം പറഞ്ഞു. അതിനുശേഷം ഇത് പുറത്തു വന്നപ്പോ, വീഡിയോ പുറത്തു വന്നപ്പോ പറഞ്ഞു, അത് ഞാനല്ല എന്റെ കയ്യിൽ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ടൊന്നും വന്നിട്ടില്ല, നിങ്ങൾ പോയി പണം ചോദിച്ചോ. അത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. ആരാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ? ഈ സതീശന് വിദേശത്ത് പോകാൻ, പണം ചോദിക്കാൻ ഒക്കെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എടുത്തു കൊടുത്ത സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു ഏജൻസിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ. ഇപ്പൊ വാർത്തകൾ പുറത്തു വരികയല്ലേ. ഇനി ഇദ്ദേഹം പോയത് എന്തിനാണെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിച്ചിരിക്കുകയാണ്.
പോകുന്നത് ഒരു സ്വകാര്യ സന്ദർശനത്തിനാണ്. അവിടുത്തെ ചരിത്ര മ്യൂസിയങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. നിയമസഭയിൽ പറഞ്ഞത് എന്താ? ഞാൻ ബർമിംഗ്ഹാമിൽ പോയി. എപ്പോഴാണ് പറഞ്ഞത്? ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം. ഇയാള് അവിടെ ചെന്ന് പണം ചോദിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് ശേഷം നിയമസഭയിൽ പറയാണ്, ഞാൻ പോയി. എന്തിനാ പോയത്? ഞാൻ അവിടെ ഒരു വലിയ സെമിനാറിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോയതാണ്. അല്ലേ? ഈ പുള്ളി ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണോ? നമുക്കറിയില്ല. ഒരു സയന്റിസ്റ്റ് ആണോ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്ന് നമുക്കറിയില്ല. എന്തുമാകട്ടെ, നിയമസഭയ്ക്കകത്താണ് പറഞ്ഞത്, ഞാനൊരു വലിയ സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോയതാണ് അത്രേ. എന്ത് പറയുമ്പോഴും അങ്ങനെയാണ്. ഇങ്ങോരുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വലിയ, ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ഡോക്ടറാണ് എവിടെ, വിദേശത്ത് ഒരു മലയാളി വനിത അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് ഒരു വലിയ ഡോക്ടറാണ്. അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ? അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ പിരിച്ചിട്ടുണ്ട്. അപ്പൊ തട്ടിപ്പ്, രാജ്യത്തോട് തട്ടിപ്പ് നടത്തി. FCRA എന്ന് പറയുന്ന 2010 ഒരു നിയമമുണ്ട്. ഫോറിൻ കോൺട്രിബ്യൂട്ടറി ഫണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2010 നിയമത്തിന് എതിരാണ് ഈ പുള്ളി ചെയ്തിട്ടുള്ള ഈ കളക്ഷൻ. അത് എന്താ പറയുന്നത്? ഈ രാജ്യത്തെ ഒരു വ്യക്തിയോ ഒരു പൗരനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ MLAയോ MP യോ മറ്റേത് തരത്തിലുള്ള ആളുകളാവട്ടെ, അവർക്കൊന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള അവകാശമില്ല. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ നിയമത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അങ്ങനെയാണ് 2018 വെള്ളം വന്ന് മുങ്ങിച്ചാവാൻ പോയിട്ടും UAE നിന്ന് കേരളത്തെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞു, അവിടെ നിന്ന് സഹായം വാങ്ങാൻ പാടില്ല, നമുക്ക് കിട്ടിയില്ല. നമ്മൾ പിടിച്ചു നിന്നു, നമ്മൾ റീബിൽഡ് ചെയ്തു കേരളയെ. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമായി നമ്മൾ അതൊക്കെ താണ്ടിക്കടന്നു. അപ്പൊ ഇതൊക്കെ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹം പോയി. ഇനി മാത്രമല്ല, കേരള നിയമസഭാ സാമാജികനായിരിക്കുന്ന ഒരു വ്യക്തി കേരള നിയമസഭയ്ക്കകത്ത് അതിന്റെ റൂൾ ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിലും ഇങ്ങോർക്ക് അനുവാദമില്ലാതെ മറ്റു രാജ്യങ്ങളിൽ പോയി പണം പിരിക്കാൻ പാടില്ല. എന്നിട്ടും വന്നിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ വീഡിയോ പുറത്തു വന്നല്ലോ, പിന്നെ ഒളിക്കാൻ സ്ഥലമില്ല, ഇടമില്ല. പിന്നെ പറഞ്ഞത്, ഞാൻ പല സ്ഥലങ്ങളിലും പോയി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇനി പുനർജനി എന്ന് പേര് വെക്കാന്ന് പറയും പല വീട്ടുകാരും പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഒരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ ഈ പുനർജനി എന്ന് പറഞ്ഞ് വീട് കണ്ടാൽ വലിയ കഷ്ടമല്ലേ? വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാട്ടോ, ആളുകൾ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. ഒരു സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ശ്രീനിവാസനും മമ്മൂട്ടിയും കൂടി അഭിനയിച്ച സിനിമ. അപ്പോൾ മമ്മൂട്ടിയുടെ പഴയ കാലത്തെക്കുറിച്ച് ശ്രീനിവാസനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ കടുക്കൻ ഊരി തന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്ന ഒരു കഥ ശ്രീ വി ഡി സതീശൻ ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ ചെന്ന് ബർമിംഗ്ഹാമിലും വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ചെന്ന് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പിരിച്ചത്? ആ പിരിച്ച ആളുകളുടെ കൈകളിലേക്ക് ഈ പണം എത്തിയിട്ടുണ്ടോ എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കേവലം ഒരു സതീശനായിട്ടല്ല വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഈ പണം പിരിച്ചത്. നിങ്ങൾ കേരളത്തിലെ ഒരു MLA ആയിട്ടാണ് അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കൊടുത്ത പ്രിവിലേജിന്റെ പുറത്താണ് നിങ്ങൾ ഈ പണപ്പിരിവ് നടത്തിയത്. ആ പണം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്തു? ആർക്കൊക്കെ വീട് വെച്ചു കൊടുത്തു? ഞങ്ങളുടെ ആ പ്രദേശത്ത് ഇളന്തിക്കര എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, ശാരദാ വിദ്യാമന്ദിർ, അവർ പറഞ്ഞു, നിങ്ങൾ വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം തരാം, വിട്ടുതരാം. അവര് സ്വമനസാലെ 15 സെന്റ് സ്ഥലം കൊടുത്തു. അവിടെ കൊണ്ടുപോയി ഒരു കല്ല് വിട്ടു. ആ കല്ലിപ്പോ കാണണമെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെന്ന് ഒരാഴ്ച പണിയെടുക്കണം ആ കല്ല് കാണാൻ. 12 പേർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. ഒരു വീടും വന്നില്ല. ചിറ്റാറ്റൂര പഞ്ചായത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അത് നികത്താൻ വേണ്ടി ഒരാൾക്കാട്ട വീട് വെച്ചു കൊടുത്തു. അത് സ്പോൺസർഷിപ്പിലാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സ്പോൺസർഷിപ്പിൽ ആസ്റ്റർ ഹോസ്പിറ്റലുകാർ വെച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിന്റെ ആളുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്, റോട്ടറി ക്ലബ്ബുകാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ
പല പല അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സംഘടനകളും കൂട്ടായ്മകളും പലരും പലതും ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം കയറിയ സമയത്ത് ഇവിടെയും ചെയ്തിട്ടുണ്ടാവും 2019. അതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ സാധാരണഗതിയിൽ വിളിക്കുക ആരായിരിക്കും വിളിക്കുന്നത്? നാട്ടുകാർ, ആ സ്ഥലം MLA അല്ലെങ്കിൽ MP, മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി, ഇനി ഇവരെ ആരെയും കിട്ടിയില്ലെങ്കിൽ വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കി കൊടുത്തതാണോ? അത് അല്ല. എന്നിട്ട് അതൊക്കെ സ്വന്തം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേറൊരു സ്ഥിതി അറിയോ? ഒരു 100 മീറ്റർ റോഡ്, ഇപ്പൊ ഈ റോഡുണ്ടല്ലോ, ഒരു 100 മീറ്റർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, റീടാറിങ് നടന്നു കഴിഞ്ഞാൽ, ഈ പുള്ളി അതിന്റെ നടുക്കൊരു ചുവന്ന നാട പിടിച്ച് കിട്ടും, അല്ലെങ്കിൽ ഒരു വെളുത്ത റിബൺ കിട്ടും. റിബൺ കെട്ടി അവിടുത്തെ കോൺഗ്രസ്സുകാരെയൊക്കെ ചുറ്റും നിർത്തി ഈ പുള്ളി കട്ട് ചെയ്ത് ആ റിബൺ മുറിക്കാതെ ആ പ്രദേശത്തുള്ള ഒരാൾക്ക് പോലും അതിൽ കൂടി നടക്കാൻ കഴിയില്ല. അങ്ങനെയാണ്. ഒരു 100 മീറ്റർ റോഡ് പോലും റിപ്പയർ ചെയ്താൽ ഉദ്ഘാടനം കഴിഞ്ഞ് അതിന്റെ ചിത്രവും വാർത്തയും ഒക്കെ പത്രങ്ങളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും ഒക്കെ കൊടുക്കുന്ന പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരനാണ് ഞാൻ കുറേ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ കൊടുത്തു അത് ഞാൻ പറയില്ല. ഇതിന് മുമ്പ് പറഞ്ഞു, 2 ആഴ്ച മുൻപ്, 3 ആഴ്ച മുൻപ് എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എത്രയോ പേർക്കാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മാധ്യമങ്ങൾ വെച്ചു എത്ര കൊടുത്തു? അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും പറയാൻ പറ്റില്ല. എന്തൊരു കഷ്ടം. നമ്മളാണിത് മാധ്യമങ്ങളോട് പറയുന്നതെങ്കിൽ അല്ലെ, ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പറയില്ല എന്ന് പറഞ്ഞാലോ നമ്മൾ എന്ത് പറയും? ഞങ്ങൾ ഇത്ര കോടി ചെലവഴിച്ചിട്ടുണ്ട്, 4,77,607 പേർക്ക് ഇപ്പോൾ ഓൾറെഡി താക്കോൽ കൈമാറിയിട്ടുണ്ട്. ഞങ്ങൾ 6.25 ലക്ഷം വീട് വെച്ച് കൊടുക്കും ഈ ഗവൺമെന്റ് പോകുന്നതിന് മുൻപ് എന്ന് കൃത്യമായി ഞങ്ങൾ പറയും. ഈ പറച്ചിൽ മാത്രമാണോ? ഏതാ നിങ്ങളുടെ പഞ്ചായത്ത്? തിക്കോടി പഞ്ചായത്തിൽ ചെന്നാൽ ഈ തിക്കോടി പഞ്ചായത്തിൽ എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രേഖ എവിടെയുണ്ട്? ഈ വാർഡിൽ എത്ര വീട് കിട്ടിയിട്ടുണ്ടെന്നുള്ള രേഖ ഈ വാർഡ് മെമ്പർക്കറിയാം. ഇതാണ് ഭരണത്തിന്റെ സുതാര്യത എന്ന് പറയുന്നത്. നാട്ടുകാരെ പറ്റിക്കലാണോ പരിപാടി? രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് വെളുത്ത് കഞ്ഞിമുക്കി തേച്ച ഒരു ഡ്രസ്സുമിട്ട് നാട്ടിൽ നടന്ന് പിരിവെടുത്ത് വിദേശത്തും പോയി പിരിച്ച് അതുപയോഗിച്ച് സ്വന്തമായി പല പരിപാടികളും ചെയ്ത് അതിനെ ബിനാമികൾ ആയിട്ടുള്ള ആളുകളെ നിർത്തി സ്ഥലം വാങ്ങി മറ്റു പല പരിപാടികളും നടത്തി. ഫ്ലോറ ഹോട്ടൽ സമുച്ചയമുണ്ട് ദുബായ് കേന്ദ്രീകരിച്ച്. അവിടെയും ആരാണ്? ഈ സതീശന്റെ ബിനാമികളാണ്. ഇത് അന്വേഷിക്കണ്ടേ? നിശ്ചയമായും കേരളത്തിലെ ഗവൺമെന്റ് അന്വേഷിക്കണം. പുനർജനി എന്ന് പറയുന്നത് വലിയൊരു മഞ്ഞുമലയാണ്, തട്ടിപ്പിന്റെ വലിയൊരു മഞ്ഞുമലയാണ്. അതിന്റെ ഒരു ചെറിയ അഗ്രം മാത്രമാണ് ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഈ മഞ്ഞുമലയെ പുറത്തു കൊണ്ടുവരണം ഗവൺമെന്റ്. നമ്മൾ ആവശ്യപ്പെടുകയല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാകെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എവിടെ നിന്നാണ് വന്നതെന്നറിയോ? നിങ്ങളിത് പറയണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്ത പണമല്ല, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത പണമാണെങ്കിൽ ഞങ്ങൾക്ക് ആ കണക്ക് അറിയണ്ട. നിങ്ങളുടെ ഭാര്യ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, മകള് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണ്. അതിന് നിങ്ങൾ അണാപ്പൈ ചേർത്ത് കണക്ക് വെക്കണം കേരള സമൂഹത്തിന്റെ മുന്നിൽ. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ പിഞ്ഞ വർത്തമാനം പറയുന്നു. ഏതെങ്കിലും സംസാരം, ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനം കൃത്യവും വ്യക്തവുമായി ഇദ്ദേഹം പറയാറുണ്ടോ? പഠിച്ച് വർത്തമാനം പറയുന്ന ആളാണെന്നാണല്ലോ മാധ്യമങ്ങൾ ഇങ്ങനെ വളർത്തി ബലൂണിൽ വായു വീർപ്പിച്ച് കയറ്റുന്നത് പോലെ വീർപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരു ബലൂൺ മാത്രമാണ് ശ്രീ സതീശൻ. ഈ കേരള സമൂഹത്തോട് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ MLA ആണെന്നാണല്ലോ പറയണത്. എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ വന്നത് മാങ്കൂട്ടത്തിൽ നിന്നാണ്. അപ്പൊ മാങ്കൂട്ടം അങ്ങനെ ആയതിന്റെ ഹെഡ് മാഷല്ല, അതിന്റെ അപ്പുറത്തെ ആളാണ്. ആരാണ്? ഞങ്ങൾ പറയും DPI എന്ന് പറയും, DGE, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് സതീശൻ. ഹെഡ് മാഷ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും കൊള്ളയും കള്ളത്തരവും പറയുന്ന സതീശൻ വളവും വെള്ളവും കൊടുത്ത് വളർത്തി വലുതാക്കി ഈ കേരളത്തിലെ ഡസൻ കണക്കിന് വരുന്ന സ്ത്രീകളെ ഗർഭമുണ്ടാക്കി അവരെ ശാരീരികമായും മാനസികമായും വഞ്ചിച്ച് തകർത്ത് അതിനെല്ലാം നേതൃത്വം കൊടുത്ത DGE ആണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതാണ് ആരുണ്ടായത്? രാഹുൽ മാങ്കൂട്ടം ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ടില്ലേ ഇവിടെ?
അതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് ശ്രീ കരുണാകരൻ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, ഇവരൊക്കെ ആയിരുന്നില്ലേ? ഇവരൊക്കെ ഇരിക്കുമ്പോ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു MLA? കേട്ടിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ ആ പെൺകുട്ടി പറഞ്ഞത്, പറൂക്കാരിയായിട്ടുള്ള കോൺഗ്രസ്സുകാരിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞത്. ഞാൻ 3 വർഷം മുൻപ് ഇയാളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മോശക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി. തെരഞ്ഞെടുത്തതല്ല, തട്ടിപ്പ് നടത്തി. ഇതൊരു തട്ടിപ്പ് വീരനാണ് എന്ന് കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാം, യൂത്ത് കോൺഗ്രസിനും അറിയാം, മൂത്ത കോൺഗ്രസിനും അറിയാം. വോട്ട് തട്ടിപ്പ് സ്വന്തം പാർട്ടിക്കകത്ത്, സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് നടത്തിയിട്ടാണ് കുറഞ്ഞ വോട്ട് വാങ്ങിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഇയാൾ അവിടെ അധ്യക്ഷനായി വന്നത്. ഇനി വീണ്ടും ഈ സ്ത്രീകൾ പരാതി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോ, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ആ സ്ഥാനം കൊടുത്തു. ഒരു തരത്തിലും നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഈ പെൺകുട്ടി മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരാളുണ്ട് ട്ടോ, അയാൾ സ്ഥിരമായി അയാളുടെ ശൈലി, സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് ഹൂ കെയേഴ്സ് എന്നുള്ളതാണ്. ഹൂ കെയേഴ്സ് എന്നതാണ് ഇയാളുടെ സ്ഥായിയായ ഭാവം. അങ്ങനെയാണ് കേരളം ചർച്ച ചെയ്തത്, മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യേണ്ടി വന്നത്. എന്നിട്ട് പറയാണ്, ഇന്നിപ്പോ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ? വേറൊരാളും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു രാഷ്ട്രീയ മാന്യതയുടെ ഒരു തരിമ്പുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന UDF-ലെ ഒരേ ഒരു മനുഷ്യന്റെ പേരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല, ആ പേര് പറയാൻ പോലും അർഹതയില്ല. ഉമ്മൻചാണ്ടിയെ പറയാം നമുക്ക്. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഇനി KC വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയമായി നമ്മൾ സംസാരിച്ച് തർക്കിക്കും. പക്ഷെ അതിനെ പോലും കൊള്ളാത്ത ഒരാൾ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി വന്നു. അതിന്റെ പരിണിത ഫലമാണ് കേരളം രാഷ്ട്രീയമായി ഇപ്പോ നേരിടുന്നത്. ഇനി പോറ്റിയുടെ കാര്യം എന്താ? ഇതേ സതീശൻ തന്നെയാണ് പോറ്റിയെ കയറ്റിയത്. എവിടെ കയറ്റിയത്? ജയിലിൽ കയറ്റിയത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി ഗവൺമെന്റ് അല്ല, സോറി, ദേവസ്വം ബോർഡ്. ശബരിമല ദേവസ്വം ബോർഡ് അതിന്റെ ഭൗതിക സാഹചര്യങ്ങളും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഇരുമുടിക്കെട്ടുമായും അല്ലാതെയും അവിടെ ചെല്ലുന്നു, അവിടേക്ക് പോകുന്നു. അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ആ ബോർഡിനുണ്ട്, ആ ഭരണസമിതിക്കുണ്ട്. അതിനുവേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഇവർ വിചാരിച്ചിരുന്നത് എന്താ? സുപ്രീം കോടതി വിധി വന്നപ്പോ ശബരിമല ഉപയോഗിച്ച് എങ്ങനെയാണോ 4 MLA-മാരെ ഉണ്ടാക്കാൻ പറ്റുന്നത്, MP-മാരെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് വിചാരിച്ച തന്ത്രം അവർ മുന്നിൽ പയറ്റിയിട്ടുണ്ട്. ആ തന്ത്രം വിജയിച്ചിട്ടുണ്ട്, ആളുകളെ പറ്റിച്ച് വോട്ട് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതേ തന്ത്രം ഇപ്രാവശ്യവും നമ്മൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആഗോള അയ്യപ്പ സംഗമം കെങ്കേമമായി, വിജയപ്രദമായി കോടിക്കണക്കിന് രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടി അവിടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സതീശൻ ഇരിക്കപ്പുറത്തില്ല. സതീശൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നാഴികയ്ക്ക് 40 വട്ടവും ആ മുഖ്യമന്ത്രിയാകുന്ന സതീശനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഗവൺമെന്റ് അടിച്ചടിച്ച് കയറുകയാണ്. ജനങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. ഇന്നിപ്പോ സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുവദിക്കില്ല. എന്തിന്? CPM-കാർ വീട് വീടാന്തരം കയറിറങ്ങി ഗവൺമെന്റിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വിലയിരുത്താൻ പോകുന്നത് ഞാൻ സമ്മതിക്കില്ലെന്ന്. ഞാൻ അവിടെ ചോദിച്ചിട്ടാണോ CPM പരിപാടി ചിട്ടപ്പെടുത്തുന്നത്? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിങ്ങനെ പുലമ്പിക്കോളും, ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ആഗോള അയ്യപ്പ സംഗമം വിജയിക്കുന്നുവെന്ന് കണ്ടപാടെ ഇതിന്റെ പിന്നിൽ കുറെ ആളുകളുണ്ടല്ലോ, ജാതി മത വർഗീയവാദികളൊക്കെ ഈ UDF-ന്റെ കൂടെ ഉണ്ടല്ലോ, എക്കാലത്തുണ്ടല്ലോ. പോറ്റി ചെന്നു. പോറ്റി ഇങ്ങനെ ഈ രഹസ്യം പ്രതിപക്ഷ നേതാവുമായി ഷെയർ ചെയ്യണമെങ്കിൽ പ്രതിപക്ഷ നേതാവും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താ? അതും അന്വേഷിക്കണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ കാര്യങ്ങളടക്കം പ്രതിപക്ഷ നേതാവിന്റെ ഈ പോറ്റിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇങ്ങനെ രഹസ്യം കൈമാറാൻ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നടക്കം അന്വേഷണത്തിന് വിധേയമാക്കണം. നിയമസഭയിൽ പറയണത് അവിടെ അയ്യപ്പന്റെ കട്ലപ്പാടിലെ സ്വർണം കാണാനില്ല ട്ടോ. ഇയാൾ കേട്ട വാദി കേൾക്കാത്ത വാദി, വലിയ ആളായിട്ട് ഞാൻ വലിയ ആളാണല്ലോ, ഞാൻ പഠിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെയാണ്, വലിയ സംഭവമാണ് അല്ലെ, വലിയ പേപ്പറൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ഗമയിൽ നിയമസഭയിൽ വെച്ച് കാച്ചി. പാളി കാണാനില്ല. അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവിടെ നിന്നാണ് ഈ കഥയുടെ ചുരുളുകൾ, നിഗൂഢതയുടെ, കളവിന്റെ,
ദൈവത്തെ പോലും അടിച്ചു മാറ്റുന്നതിന്റെ ഇവര് എങ്ങനെയാണ് ജനം വിശ്വസിക്കുക? എന്നെ കേൾക്കുന്ന മനുഷ്യർ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ദൈവങ്ങളെ പോലും പറ്റിക്കുന്ന ആളുകൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് UDF. ആ നേതൃത്വം, ദൈവത്തെ പറ്റിക്കുന്നവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നവരാണ് ഇവർ. എങ്ങനെയാണ് ഏറ്റവും സുരക്ഷാ സംവിധാനം ഏറ്റവും അധികമുള്ള AICCയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ വീടിനകത്ത് പോറ്റിയടക്കം, ആ പോറ്റി കൊടുത്ത പണം, സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ എന്ന് പറയുന്ന പടുകള്ളനടക്കം നിൽക്കുകയാണ്. വലതുവശത്ത് വേറെ കള്ളൻ. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, വലതുവശത്തെ കള്ളൻ. ആർക്ക് കൊടുക്കുക പേരുന്ന മാധ്യമങ്ങളിലൊക്കെ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പടം കൊടുക്കുന്നുണ്ട്. ഇനി അപ്പൊ പറയും അടൂർ പ്രകാശ് ഇപ്പുറത്ത് നിൽക്കുകയാണ്, ഇടതുവശത്ത് നിൽക്കുകയാണ്. ആന്റണി MP അയാൾ നിൽക്കുകയാണ് ആരുടെ കൂടെ? ഈ പോറ്റിയുടെ കൂട്ടുകള്ളനായിട്ടുള്ള ഗോവർദ്ധന്റെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആളുകളുടെ ഒക്കെ കൂടി ഇവരൊക്കെ നിൽക്കുകയാണ്. ഇവരെങ്ങനെയാണ് അവിടെ എത്തിയത്? അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടമുണ്ട്. ഇവരെവിടെ നിന്നെങ്ങാണ്ട് തപ്പിപ്പിടിച്ചു. മുഖ്യമന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. ഭീമ ജ്വല്ലറി കാർ ഏതോ ഒരു ആശുപത്രിക്ക് ഒരു വാഹനം കൊടുത്തു, ആംബുലൻസ് കൊടുത്തു. ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ ആ താക്കോല് കൈമാറുന്ന ചിത്രം എടുക്കുന്ന സമയത്ത് ഇയാൾ ഓടി വന്ന് ഇവിടെ നിന്നു. ഇയാൾക്ക്, എനിക്ക് തോന്നുന്നു ഇയാൾ പിടിക്കപ്പെടാൻ പോകുന്നുണ്ടെന്ന് ഇയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. അയ്യപ്പസ്വാമി ഇയാളെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടാവും. നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലേ? ഞാനിരിക്കുന്ന കട്ലപ്പാളി വലയം പിഴുതുകൊണ്ട് പോയവനാണ്, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇയാൾക്ക് സ്വപ്നത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോ എന്നാ പിന്നെ മുഖ്യമന്ത്രിയുടെ ഫോട്ടത്തിന്റെ ഇടക്കെങ്കിലും വന്നാൽ കുറച്ചു കാലമെങ്കിലും പിടിച്ചിരിക്കാമല്ലോ. ഓടി വന്ന് നിന്നു. വടക്ക് നോക്കിയന്ത്ര സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ലേ? പാർവതിയുടെ കൂടെ ഭർത്താവായിട്ടുള്ള ശ്രീനിവാസൻ നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് പൊങ്ങി, എന്നിട്ട് ആ ചിത്രം കാണിക്കുകയാണ്. ആരോടാ കളി? നമുക്കെന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ? ഞാനും നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും ആ പാർട്ടി പരിപാടിയും ഭരണഘടനയും ഒക്കെ അനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്, നമ്മുടെ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് കൊടുങ്കാറ്റായി വരുന്ന അപവാദ പ്രചരണത്തെയും ചിരിച്ചുകൊണ്ട് വളരെ നിസ്സംഗനായി നേരിടുന്നത്. അപ്പൊ പോറ്റിയെ കൊണ്ടുവന്നു. അവസാനം ലോക്കൽ ബോഡി ഇലക്ഷന്റെ തൊട്ട് മുൻപ് ഈ പോറ്റി കഥ ഉപയോഗിച്ചു. എന്തെങ്കിലും നാട്ടിൽ പറഞ്ഞിട്ടാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും നമ്മളോട് വോട്ട് അഭ്യർത്ഥിച്ചു വരുമ്പോൾ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? ഞങ്ങൾ വോട്ട് തരാം, നിങ്ങൾ എന്ത് ചെയ്യൂ എന്നെങ്കിലും ചോദിക്കണ്ടേ? ഇവരോട് ചോദിച്ചോ നിങ്ങൾ? ഇവരെന്താ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത്? മുസ്ലിങ്ങൾ അപകടത്തിലാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കൾ അപകടത്തിലാകാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം. ഇതല്ല ഇവർ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എന്നെ കേൾക്കുന്നവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വോട്ട് വാങ്ങിപ്പോയി. ആ വോട്ട് വാങ്ങാൻ വേണ്ടി അയ്യപ്പനെ അധിക്ഷേപിക്കുന്ന പാട്ടുണ്ടാക്കി. പോറ്റിയെ കയറ്റിയത് ആരപ്പ? ലോഡ് ഷെഡിങ് എന്നുണ്ടായി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ പോലും അറിയാത്ത മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്. 10 വർഷം മുമ്പുള്ള കാര്യം പോയിട്ട് ഒരാഴ്ച മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ അരമണിക്കൂർ നമ്മളിങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം അല്പം ഓർമ്മക്കുറവുണ്ട്, ഇല്ലേ? ആലോചിക്കും, അയ്യോ ഒരാഴ്ച മുൻപോ. അപ്പൊ പിന്നെയാണോ 10 വർഷത്തെ കാര്യം? അപ്പൊ ഇവർ വിചാരിച്ചു പോറ്റിയെ കയറ്റിയത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നിവർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. വായ്ത്താരി ഉണ്ടാക്കുകയാണ്, കവിത ഉണ്ടാക്കുകയാണ്. എവിടെ പോയി? ഗൾഫിൽ പോയി, അതിനും പോയി. വലിയ വൈപ്ര അവതരിപ്പിക്കുന്ന ആള് ആ കവിതയുമായി വന്നു, ഇവിടെ കിടന്ന് പാടി. ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസം അത് കഴിഞ്ഞ് പാർലമെന്റിന്റെ മുൻപിൽ ചെന്ന് പാടി. ഇങ്ങനെ ചതിയന്മാരായിട്ടുള്ള ചന്തുക്കളുടെ ഒരു കൂട്ടമാണ്, ഒരു കൂടാരമാണ് UDF എന്ന് പറയുന്നത്. ഒരു നാണവും മാനവുമില്ല. കട്ട് തിന്നുന്നവന് ഒരു അല്പമെങ്കിലും നാണം ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ലേ നാടിനോട്? ആ കട്ടെടുത്ത എവിടെ നിന്നാണോ കട്ടെടുത്ത ആ വീട്ടുകാരെ കാണുമ്പോൾ ഒരു ചളിപ്പുണ്ടാവില്ലേ സ്വാഭാവികമായി? അതുപോലും ഇല്ലാതെ നാട്ടിൽ കണ്ടെടുത്തു നിന്നൊക്കെ കട്ട് തിന്ന് ഇങ്ങനെ കൊഴുത്ത് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ച് നടക്കുകയാണ്. നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി, തോളിൽ കയറി ചവിട്ട് നാടകം കളിക്കുകയാണ് ഇവന്മാര്. എന്നിട്ട് ഇപ്പൊ പറയാ, ഇപ്പൊ ആരൊക്കെയാണ് പിടിയിലായത്? അപ്പൊ പിന്നെ നിങ്ങളുടെ ആളുകളുണ്ടല്ലോ, ഞങ്ങളുടെ ആളുകൾ വരട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരട്ടെ. എന്തുകൊണ്ട് ഞങ്ങളുടെ ആളുകളെ? അല്ലെങ്കിൽ പത്മകുമാർ
എങ്ങനെ അതിലേക്ക് വന്നു? അദ്ദേഹത്തെ എന്തുകൊണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു? അതൊക്കെ വരട്ടെ. ഇനി നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരായിട്ട് ആരൊക്കെയുണ്ടോ, അയാളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഈ ഭരണകൂടത്തിന് പ്രസക്തമേയല്ല. നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരാണെങ്കിൽ അവരൊക്കെ അഴിക്കുള്ളിൽ ഉണ്ടാകും എന്ന് കൃത്യവും വ്യക്തവുമായി ധൈര്യപൂർവം മറുപടി പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അപ്പൊ പോറ്റിയെ കൊണ്ടുനടന്നു. ഇപ്പൊ കൃത്യമായി മാധ്യമങ്ങൾ പറയുന്നുണ്ട് പോറ്റിയെ കയറ്റിയത് 2004 ഉമ്മൻചാണ്ടിയാണ്, KC വേണുഗോപാലാണ്, അയാളാണ് പോറ്റിയെ കയറ്റിയത്. ഇനി പോറ്റി കൊത്താൻ ചെയ്തു കൊടുത്തത് മന്ത്രം പോലും അറിയാത്ത ഒരു രാജീവ്. വെറുതെ ആവശ്യമില്ലാതെ ഇവരെയൊക്കെ ബഹുമാനിച്ച് മുമ്പിലും പുറകിലും ഒക്കെ തലയും വാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാട്ടുകാരെ പറ്റിച്ച്, ദൈവത്തെ പോലും പറ്റിച്ച്, ഈശ്വരനെ പറ്റിച്ച്, അയ്യപ്പസ്വാമിയെ പറ്റിച്ച്, മനസ്സിലാക്കണ്ടേ? ജീവിക്കുകയാണ്. ഒരു IPS കാരനെ ഇന്നലെ ജനൻ TV-ക്കാർ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തി. അദ്ദേഹം BJP-ക്ക് വേണ്ടി ഈ തന്ത്രി എന്ന് പറയാൻ പാടില്ല, ഈ രാജീവ് എന്ന് പറയുന്ന തന്ത്രമറിയാത്ത ആൾ, ആ തന്ത്രമറിയാത്ത ആൾക്ക് വേണ്ടി പറയും എന്ന് വിചാരിച്ചു. അയാൾ എന്ത് പറഞ്ഞു? ഇവനെ 2014 മുതൽ ഞാൻ നോട്ടമിട്ടതാണ്, 15 മുതൽ. അയാൾ IPS കാരനാണ്. ഞാനാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനെങ്കിൽ ആദ്യം ഞാൻ അറസ്റ്റ് ചെയ്യുക ഈ മന്ത്രമറിയാത്തയാളെയാണ്. അതിനു മുൻപ് ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ അച്ഛനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലെ? ശോഭ കേസൊക്കെ നിങ്ങൾക്കറിയാം. കണ്ഠരര്, മോഹനരര്, അങ്ങനെ പല പല അരരും ഒക്കെ ഉണ്ട്. എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചത്, ഹണി ട്രാപ്പ് ഉപയോഗിച്ച്. ഇവരുടെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കൂ. എന്നിട്ടും നമ്മൾ പറയും പണ്ട് ഒരു സാധു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അല്ലേ? മറ്റവനോ ക്രൂരനായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. ഈ സാധുക്കളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നത് പോറ്റിയും ഈ മന്ത്രമറിയാത്ത തന്ത്രിയും ഒക്കെ. ഒന്നൊന്നായി നമ്മൾ പരിശോധിച്ചാൽ വേടൻ പാടിയില്ലേ? എന്ത് പാടി? കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. കാട് കട്ടവൻ അവിടെ ഇരിക്കുക. അയ്യപ്പസ്വാമിയെ പോലും വിറ്റ് കാശാക്കിയവൻ അവിടെ ഇരിക്കുക. അവനെയൊക്കെ വിശ്വാസത്തിന്റെ പേരിൽ നിഷ്കളങ്കരായ വിശ്വാസികൾ കുമ്പിട്ട് തൊഴുക, അകന്ന് മാറി നിൽക്കുക. കാരണം എന്താ? ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, കാണപ്പെട്ട ദൈവമാണ്. അതല്ലേ പത്മകുമാറും മാധ്യമങ്ങളോട് പറഞ്ഞത്? ചില കാണപ്പെട്ട ദൈവങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. അപ്പോ ഈ IPS കാരൻ അദ്ദേഹം പറയുന്നു, ഞാനാണ് അതിന്റെ തലവനെങ്കിൽ, SIT-യുടെ തലവനെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യുക ഈ തന്ത്രിയെ ആയിരിക്കും. കാരണം അയാൾ കള്ളനാണ് എന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ CBI-യിലും ആന്റി വിജിലൻസ് ബ്യൂറോയിലും ഒക്കെ പ്രവർത്തിച്ച് പാരമ്പര്യം എനിക്കുണ്ട്, പരിശീലനമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അയാളുടെ പല പ്രവൃത്തി കണ്ടപ്പോഴും എനിക്ക് കള്ളത്തരമാണെന്ന് തോന്നി. ഇയാൾ തൊട്ടടുത്ത് തന്നെയാണ്, അയ്യപ്പസ്വാമി ഇരിക്കുന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തന്ത്രിയുടെ താമസ സ്ഥലം, മുറി. ആ മുറിയിൽ ഇയാൾ എന്ത് ചെയ്യും? അയ്യപ്പസ്വാമിയെ തൊഴുതു കഴിഞ്ഞവർ പിന്നെ ഇയാളുടെ റൂമിലേക്ക് ചെല്ലും. നമ്മൾ മലയാളികളൊന്നും അല്ല കേട്ടോ, ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ വരുന്ന കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ഭക്തർ, ആ ഭക്തര് അവിടെ ചെല്ലും. എന്നിട്ട് ഇയാള് ആ പെട്ടിയിൽ കിടക്കുന്ന ഒരു സ്വർണ്ണ നാണയം എടുത്ത് ചില മന്ത്രങ്ങളൊക്കെ ചെയ്ത്. സർവമായ സിനിമ കണ്ടോ നിങ്ങൾ? ഇപ്പോ കണ്ടോ? ആരൊക്കെ കണ്ടു സർവമായ? അതിൻ്റെ അകത്തുണ്ട് ചില തന്ത്ര വിദ്യകളൊക്കെ. നമ്മുടെ പ്രയാസം കൊണ്ട് ഈശ്വരന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ആ പ്രയാസത്തെ, ആ വിശ്വാസത്തെ മുതലാക്കുന്നു. എന്നിട്ട് ഇയാൾ കുറെ തന്ത്രങ്ങളൊക്കെ ചെയ്തു. ഇയാൾക്ക് തന്ത്രം അറിയില്ല, അതാ രസം. ഇയാളുടെ അച്ഛനും അറിയില്ല. ഇയാളുടെ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഗായത്രി മന്ത്രം അറിയോ? ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഈ തന്ത്രം ഒക്കെ അറിയേണ്ട, ഈ തന്ത്രിമാരറിയേണ്ട പഠനങ്ങളിൽ ഏറ്റവും ലോ ആയിട്ടുള്ളൊരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. അതറിയോ? അതറിയില്ല. സംസ്കൃതം അറിയോ? അതും അറിയില്ല. നമ്മളുടെ ഒക്കെ വിചാരം എന്താ? അമ്പലത്തിലെ തന്ത്രി അല്ലെങ്കിൽ തന്ത്രിയെ സഹായിക്കുന്ന ആൾ, ഇവരൊക്കെ ഈ സംസ്കൃതവും നമ്മുടെ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ച് പാസ്സായിരിക്കുന്നവരാണ് കേട്ടോ. കാരണം എന്താ? നമുക്കറിയില്ല. ഇതൊന്നും അറിയാത്ത, ABCD അറിയാത്ത, തറപറ അറിയാത്ത ആളാണ് ഇയാളുടെ അച്ഛൻ. ഇയാൾ അതിന്റെ പിന്നാലെ കൂടി. നമുക്കൊരു ധാരണയുണ്ട് കേട്ടോ, പണം
തൊലി വെളുത്തവൻ, അല്ലെങ്കിൽ ജാതിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നവൻ, അവരെയൊക്കെ നമ്മൾ അറിയാതെ ഒരു ബഹുമാനമാണ് ഇല്ലേ? തൊലി കറുത്തവൻ, പണിയെടുക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, തൊഴിലാളി വർഗം, ഇവരോടൊക്കെ നമുക്കൊരു പുച്ഛവുമാണ്. അവൻ പണിയെടുത്ത കുടുംബം നോക്കുന്നത്, അവൻ അധ്വാനിച്ചാണ് കുടുംബം നോക്കുന്നത്, അവന്റെ മക്കളെ പഠിപ്പിക്കുന്നത്, വീടുണ്ടാക്കുന്നത്, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്, സ്വന്തം വിയർപ്പ് നീരാക്കി, ചോര നീരാക്കി അധ്വാനിച്ച് പണിയെടുക്കുന്നവരോട് നമുക്കൊരു പുച്ഛവും, ഒരു പണിയും എടുക്കാതെ ഇതേപോലെ ചില പദവികളിലൊക്കെ ഭാഗ്യം കൊണ്ടോ ഒക്കെ എത്തുന്ന ആൾ വലിയ ആളുകൾ. രണ്ട് പ്രധാനപ്പെട്ട കുടുംബങ്ങൾ അല്ലേ? തന്ത്രി കുടുംബം രണ്ടെണ്ണം ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഒരു വട്ട് കേസ് ഒരെണ്ണമുണ്ട്, ഒരാഴ്ച പിടിച്ച് ജയിലിലിട്ടപ്പോൾ കുറച്ച് ഭേദമുണ്ട്. ഇന്നലെയും കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അമ്മാവനാണ് ഇല്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇനിയിപ്പോ പുരുഷ അസോസിയേഷൻ ഉണ്ടാക്കുന്ന അതിന്റെ നേതാവ്, ഇന്റർനാഷണൽ പ്രസിഡന്റ് ഇല്ലേ, എന്താ അയാളുടെ പേര്, ബഹളം ഉണ്ടാക്കുന്ന ഒരാള്, രാഹുൽ ഈശ്വരി, ഒക്കത്തിന്റെ പേരൊക്കെ സാമ്യമുണ്ട്, കൊള്ളാം. ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഈ നാട്ടിലെ പണം, ദേവന്റെ പണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കുന്ന പണമാ? ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന പണമാണ്. ദേവനോടുള്ള അടങ്ങാത്ത വിശ്വാസം, അടങ്ങാത്ത ആരാധന, അടങ്ങാത്ത പ്രതീക്ഷ, അഭയകേന്ദ്രം, ഇതൊക്കെ നമ്മുടെ മനസ്സിലെ വികാരം എന്തായിപ്പോ നമുക്ക് കിട്ടുന്ന ആ ചെറിയ നാണയത്തുട്ടായി ചെല്ലുകയാണ്. അതടിച്ചു മാറ്റി തിന്നുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേറെ പണിയില്ലേ? എന്തെല്ലാം തൊഴിലിവിടെയുണ്ട്. ഇനി തൊഴിലുറപ്പ് ഉള്ള പണം കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചാലും കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം ആ തൊഴിൽ തരും. ആ തൊഴിലെടുത്ത് ജീവിക്കൂ അല്ലെ? എന്നിട്ട് മാന്യന്മാരായി നടക്കുക. അവരെയൊക്കെ പിടിച്ചു. ഇവരുടെ ഒക്കെ പിന്നിൽ കോൺഗ്രസ് ആണ്, UDF ആണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇവരൊക്കെ ഒന്നൊന്നായിട്ട് അഴിഞ്ഞു വരും. സതീശനടക്കം ഇതിലുണ്ട്. കാരണം സതീശന്റെ ചരിത്രവും തട്ടിപ്പിന്റെ ചരിത്രമാണ്. ആ തട്ടിപ്പിന്റെ പേരാണ് പുനർജനി തട്ടിപ്പ്. അപ്പൊ ഈ തട്ടിപ്പ് സംഘമാണ് കേരളത്തിൽ 100 സീറ്റ് പിടിക്കാൻ പോകുന്നത്. ഇനി എത്ര സീറ്റ് ഉണ്ട് ഇവരുടെ കക്ഷത്തിൽ? 21 സീറ്റ്. എന്നിട്ട് 100 സീറ്റ്. അപ്പൊ മാധ്യമങ്ങൾ പറയാണ് 100 സീറ്റ് UDF പിടിക്കും. ആയിക്കോട്ടെ. അടുത്ത ദിവസം മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച നടത്തി, പാർട്ടി സംവിധാനങ്ങൾ കൂടി പുതിയ വിഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. 110 സീറ്റ്. അപ്പൊ അവര് കളിയാക്കണം. UDF-നെ കുറിച്ച് ചർച്ച ചെയ്തില്ല കേട്ടോ. 110 സീറ്റ് ഉണ്ട്. എങ്ങനെ ഉണ്ടാക്കും ഇടതുപക്ഷം? 68 സീറ്റ് കയ്യിലുള്ള ഇടതുപക്ഷത്തിന് 110 സീറ്റ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോ കേവലം 21 സീറ്റ് മാത്രം കക്ഷത്തിലുള്ള കോൺഗ്രസ് ആണ് 100 സീറ്റ് സ്വപ്നം കാണുന്നത്. നോക്കൂ, ഇനി നമ്മൾ 100 സീറ്റ് ഉണ്ടാക്കുന്നതിന് 110 ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? കേരളം കഴിഞ്ഞ 10 വർഷം നേടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം, ആ വികസന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇനി ജനങ്ങൾക്ക് പറയാം. ആ വികസന പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കാൻ വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനമാക്കി സർവതല സ്പർശിയായ വികസനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഗവൺമെന്റ് ആരംഭം കുറിച്ചിട്ടുള്ള വയനാട് തുരങ്കപാത ഉൾപ്പെടെ, നമ്മുടെ മെട്രോ റെയിലിന്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ, വിഴിഞ്ഞം പോർട്ടിന്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ, ദേശീയപാതയുടെ പൂർത്തീകരണം ഉൾപ്പെടെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും നടത്തേണ്ടതുണ്ട്. അതിന്റെ തുടർച്ച നടത്തേണ്ടതുണ്ട്. ആ തുടർച്ചയ്ക്ക് വേണ്ടി നമുക്കിനിയും അധികാരം കിട്ടേണ്ടതുണ്ട്, അധികാരത്തിൽ വരേണ്ടതുണ്ട്. അല്ലാതെ വൈറ്റിപ്പഴപ്പിന് വേണ്ടിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA-മാരെ ഉണ്ടാക്കുന്നത്, MP-മാരെ ഉണ്ടാക്കുന്നത്, മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. മറിച്ച് മനുഷ്യനാകണം. ഞാനുമില്ല, നീയുമില്ല, നമ്മളാകണം. നമ്മുടെ കയ്യിലുള്ളതെല്ലാം പകുത്തു പങ്കുവയ്ക്കണം. ആ പങ്കുവയ്പ്പിന്റെ രാഷ്ട്രീയം ഭരണകൂടം സ്ഥാപിക്കാൻ അവസരം കിട്ടിയാൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് 110 സീറ്റ്. ഈ സമൂഹത്തിൽ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ, നിങ്ങളുടെ ജാതി ഏതെന്നോ മതമേതെന്നോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും പരിഗണിച്ചുകൊണ്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ, പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, CPM-ന് അധികാരം എന്നുള്ളത്. ആ അധികാരം കിട്ടിയാൽ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ, ആശ്വാസകരമായ നടപടികൾ കൊടുക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന, വീട്ടിലിരിക്കുന്ന, ഈ നാട്ടിലിരിക്കുന്ന, കടയിലിരിക്കുന്ന മനുഷ്യരോട്
പറയാനുള്ളത്, ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. അത് ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛന്, അമ്മയ്ക്ക്, അല്ലെങ്കിൽ കർഷക തൊഴിലാളിക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുള്ള പെൻഷന്റെ ഭാഗമാകാം. നിങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾ ഏറ്റവും മികച്ചതായ മാറ്റിയതിന്റെ ഭാഗമാവാം. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതിലേക്കാവാം ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ റോഡുകളും തോടുകളും കുളങ്ങളും നമ്മുടെ പരിസ്ഥിതിയും എന്തിനേറെ പറയുന്നു, നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. കഴിഞ്ഞ ദിവസം MP രാജേഷ് മന്ത്രി അദ്ദേഹം പറഞ്ഞു, 219 പേർ ഹരിതകർമ്മ സേനയിൽ നിന്ന് അംഗങ്ങളായിട്ടുള്ളവർ എവിടെ വന്നു? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനപ്രതിനിധികളായി. എങ്ങനെ അവരെ ഇവിടെ വരെ എത്തിച്ചു? ആരെത്തിച്ചു? ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള സ്ത്രീകളുടെ സംഘടനാ സംവിധാനം എന്താ? കുടുംബശ്രീ. ആ കുടുംബശ്രീയിൽ നിന്നടക്കം 50%-ലേറെ സ്ത്രീകൾ കഴിഞ്ഞ ഇലക്ഷന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പലരും ജനപ്രതിനിധികളായി വന്നു. ഇവരെയൊക്കെ ശാക്തീകരിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ആരാണ്? അത് കേരളത്തിന്റെ ഇടതുപക്ഷമാണ്. ആ സംവിധാനം 1997 കൊണ്ടുവന്നത് ആരാണ്? സഖാവ് ഇ.കെ. നായനാരുടെ ഗവൺമെന്റാണ്. ആരാണ് ജനകീയ ആസൂത്രണ പദ്ധതി കൊണ്ടുവന്നത്? 96-97 സഖാവ് ഇ.കെ. നായനാരുടെ ഗവൺമെന്റാണ്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ 57 മുതൽ വഴി നടക്കാൻ അവകാശമില്ലാത്ത മനുഷ്യരെയാകെ വഴിയുടെ ഉടമകളാക്കി മാറ്റി, ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു, ദാരിദ്ര്യമില്ലാതാക്കുന്ന പ്രവർത്തനം നടത്തി. ഇതിനെയൊക്കെ ഒരു തുടർച്ച നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, പൊതു വ്യവസായ മേഖലകൾ, ഇതൊക്കെ കേരളത്തിൽ വലിയ തോതിൽ മാറ്റം വന്നു. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടർച്ചയുണ്ടാകണം. കേരളത്തിൽ സമാധാനത്തോടുകൂടി സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്ന് സ്ത്രീകൾക്ക് അവരുടെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പ്രസിദ്ധനായ പ്രമുഖനായ സാമ്പത്തിക ശേഷിയുള്ള ഒരു നടൻ ദിലീപ് 90 ദിവസത്തോളം അഴിക്കുള്ളിൽ കിടന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചത് കൊണ്ട് മാത്രമാണ്. ആ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ നടിക്ക്, ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ആ നടിക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ജനമനസ് മനസ്സിലാക്കിക്കൊണ്ട് ഹയർ അപ്പീലിന് പോകാൻ തയ്യാറായിട്ടുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ടാണ്. സ്ത്രീയും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും നീതി ലഭിക്കണം എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഗവൺമെന്റ് ചിട്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടണം. നമ്മൾ വീടാന്തരം കയറിയിറങ്ങി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ, ജാതി മത വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരണം. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യപ്പെടുത്തൽ നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലൂടെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഈ സഖാക്കളുടെ അനുസ്മരണ ദിനം സാർത്ഥകമാവുകയുള്ളൂ. ഇവിടെ നമ്മളെ വേട്ടയാടാൻ നിൽക്കുന്ന വേട്ടപ്പട്ടികളുണ്ട്. അവരുപയോഗിക്കുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. ആ സംഘടന എന്താ? അവരുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താ? ഇസ്ലാം രാഷ്ട്രമുണ്ടാകണം. അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ രാജ്യം മാത്രം ഉണ്ടാകണം എന്ന് പറയുന്ന എല്ലാ വർഗീയവാദികളെയും ഇന്നും ഇന്നലെയും എന്നല്ല എക്കാലവും ശക്തമായി എതിർക്കാനുള്ള രാഷ്ട്രീയ ബോധ്യവും ഇച്ഛാശക്തിയുമുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്കുണ്ടാവണം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അവർക്കെതിരെ വർത്തമാനം പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ഭീകരവാദി പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പേരൊരു ഇസ്ലാം നാമമാണെങ്കിൽ ഇസ്ലാമിനെ ആ ഭീകരവാദവുമായി കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്ന മുതലാളിത്ത ആശയഗതിയോട് വിയോജിപ്പ് എക്കാലത്തും പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അതേ നാണയത്തിൽ തന്നെയാണ് RSS എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളെ, അതിനെ പിന്താങ്ങുന്ന BJPയെ നമ്മൾ ശക്തിയുക്തം എതിർക്കാൻ കാരണം BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് വർഗീയതയാണ്.
ഈ രാജ്യത്ത് നിന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പടവരുന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും പോകണം, അവരെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറയുന്ന വർഗീയതയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന BJP-യെ നമ്മൾ രാഷ്ട്രീയമായി എതിർക്കാൻ കാരണം അവർ മനുഷ്യത്വത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണ്. അതേ നാണയത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം രാഷ്ട്രം ഉണ്ടാകണം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ എതിർക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഏതെങ്കിലും മതത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല, നമ്മൾ ഏതെങ്കിലും മതത്തിനെതിരുമല്ല, നമ്മൾ ഈ മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ മനുഷ്യർക്കിടയിൽ ചിലപ്പോൾ പല വിശ്വാസികൾ ഉണ്ടാവാം, വിശ്വാസമില്ലാത്തവരുണ്ടാവാം. അവരുടെ വിശ്വാസത്തെ നമ്മൾ കണക്കിലെടുക്കുന്നേയില്ല. പക്ഷേ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ട എല്ലാ പരിരക്ഷയും എല്ലാ അവകാശവും ഭരണഘടനാപരമായി നിങ്ങൾ വിശ്വാസത്തോടു കൂടി ജീവിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കാനും ഒക്കെ നമ്മുടെ ഭരണഘടന അവകാശം തരുന്നുണ്ട്. ആ അവകാശം നടപ്പിലാക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഗവൺമെന്റായി അധികാരത്തിൽ വന്നാൽ നമ്മുടെ ലക്ഷ്യം. ഇതിനെയൊക്കെ വളരെ തന്ത്രപരമായി ഉപയോഗിക്കാനുള്ള വലതുപക്ഷത്തിന്റെ കൊതിപൂണ്ട ചെന്നായ് കൂട്ടങ്ങളുടെ ആഗ്രഹത്തിന്റെ പുലമ്പലുകൾ ഒരുപക്ഷെ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ എതിരെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വരുന്നുണ്ട് എന്നുള്ള ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മുടെ തലച്ചോറിനെ അവരുടെ ആശയങ്ങളിലൂടെ അവരുടെ വാചാടോപങ്ങളിലൂടെ ഒക്കെ നിരന്തരം ഇങ്ങനെ മാറ്റി മാറ്റി അവരുടെ ദിശയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഒരു 98% വലതുപക്ഷ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളാണ്. അതുകൊണ്ട് KR മീര അവരുടെ ഒരു ചെറുകഥയിൽ, ഒരു പുസ്തകത്തിൽ സ്ത്രീയുടെ പഞ്ചതന്ത്രം ചെറുകഥകളും എന്നുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ ആദ്യത്തെ കഥയിൽ അവർ പറയുന്നു, ഒരു കഥാപാത്രം ഷിജിമോൻ എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ ജനങ്ങളെ കൊണ്ട് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ്, ഒരു ചിത്രകാരനാണ് എന്ന് പറയിപ്പിക്കണം. അതിന് അദ്ദേഹം എടുക്കുന്ന ഫോട്ടോ ജനങ്ങളെ കൊണ്ട് ഫോട്ടോയല്ല, ഇത് ഞാൻ വരച്ച ചിത്രമാണ് എന്ന് പറയിപ്പിക്കണം. അതിന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് മനുഷ്യരെ കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫോട്ടോയല്ല, എന്റെ കയ്യിലുള്ള യന്ത്രമല്ല ഇത് എടുത്തിട്ടുള്ളത്, ഞാൻ വരച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തണം, എങ്ങനെ കഴിയും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇയാൾ ഒരു തത്വം ഇയാളുടെ മനസ്സിലേക്ക് എടുക്കുന്നു. അദ്ദേഹം പറയുന്നത്, ജനം എന്ന് പറഞ്ഞാൽ അനേകായിരം ഉടലുകളും ഒരു തലയുമുള്ള ഒരു ശിരസ്സുമുള്ള ജന്തുവാണ്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഒരേ തലയിലൂടെ ചിന്തിപ്പിക്കാൻ, ഒരേ ദിശയിലൂടെ ചിന്തിപ്പിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള തന്ത്രം ഇന്ന് മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മാധ്യമങ്ങളുടെ രൂപവും ഭാവവും ചർച്ചയും ഒക്കെ മാറുന്നുണ്ട്. കാട്ടുകള്ളന്മാരെ, അമ്പലക്കൊള്ളക്കാരെ ഒക്കെ പിടിച്ചു മുന്നിൽ നിർത്തിയിട്ട് അതിനെക്കുറിച്ച് ചർച്ചയില്ല. ജനങ്ങളുടെ പേര് പറഞ്ഞ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്ക് സമയമില്ല. നിങ്ങളൊരു ഓമനക്കുട്ടനെ ഓർക്കുന്നുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പിൽ ഓട്ടോറിക്ഷയുടെ കൂലി കൊടുക്കാൻ ആ ക്യാമ്പിലുള്ള നമ്മുടെ സഹോദരങ്ങളോട് 72 രൂപ പിരിച്ച ഓമനക്കുട്ടൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് 2 ആഴ്ച ചർച്ച നടത്തിയ മാധ്യമങ്ങൾ കോടിക്കണക്കിന് രൂപ ബ്രിട്ടനിൽ ചെന്നും UAE-യിൽ ചെന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ ചെന്നും പിരിച്ച് കണക്കുമില്ല, വീടുമില്ല, കൂടുമില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. സ്ത്രീകളെയും യുവതികളെയും മോശമായി ഉപയോഗിച്ച് കോൺഗ്രസിന്റെ MLA ആയി വന്നിട്ടുള്ള ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നു, ഇപ്പോ അഴിക്കുള്ളിലാണ്. ഇങ്ങനെയൊക്കെ അമ്പലക്കൊള്ളക്കാർ ഒരു വശത്ത് നിൽക്കുന്നു. ഈ അമ്പലം വിഴുങ്ങികളെ ഒക്കെ താങ്ങി നടത്തുന്ന കോൺഗ്രസുകാർ ഈ വശത്ത് നിൽക്കുന്നു. ഇവരെയൊക്കെ നിൽക്കുമ്പോ 72 രൂപയ്ക്ക് ഓമനക്കൂട്ടനെ വിചാരണ ചെയ്യുന്ന മാധ്യമമാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലിരിക്കുന്ന എല്ലാ ചാനലുകളും എന്നുള്ള ജാഗ്രത കൂടി ഈ അവസരത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ 3ാമതും അധികാരത്തിൽ വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് MLA-മാരാകാൻ വേണ്ടിയല്ല, മറിച്ച് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളും സ്ത്രീകളുടെ സുരക്ഷയും നാടിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള കരുതലും ദുരന്തങ്ങളെ നേരിടാനുള്ള കരുത്തും തരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഭാവിയിലും അടുത്ത 2026 തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഉയർന്നു വരേണ്ടത് എന്റെയും നിങ്ങളുടെയും ജീവൻ മരണ പോരാട്ടമായി കണ്ടുകൊണ്ട് നമ്മുടെ ഈ അനുസ്മരണത്തിൽ
ആ നിശ്ചയദാർഢ്യത്തോടു കൂടി പോകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാക്കളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ, ധീരസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.